ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ പ്രോഗ്രാം കാണുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനും ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക. കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. അതിനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. നമ്മൾ പല ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. പാപത്തെക്കുറിച്ച്, ബന്ധനത്തെക്കുറിച്ച്, ശാപത്തെക്കുറിച്ച് എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളും കൂടെ നമ്മൾ ദുബായിൽ ഈ 2025 നമ്മൾ വന്ന് ഈ അവധി ദിവസത്തിൽ വന്ന് ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ഇത് എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ മനഃപ്പാഠമാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇന്നത്തെ ഈ ക്ലാസ് യേശുവിനെ കൂടുതൽ അറിയുന്നതിനനുസരിച്ചിട്ടാണ് കൃപാവരദാനങ്ങൾ ഒഴുകുന്നത്. ഞാൻ ഈ ദുബായിൽ വന്ന് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ വരുന്നു. നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോഴെല്ലാം പറയുന്നുണ്ട്, ജീസസിനെ നിങ്ങൾ അറിയുക. കൂടുതലായിട്ട് അറിയുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഉയർച്ചയും നിങ്ങളുടെ ആത്മീയവും ഭൗതികമായ ഉയർച്ച മറ്റുള്ളവരെക്കാൾ ഡിഫറൻ്റ് ആയിരിക്കും. അറിയാത്തതാണ് യേശുവിൻ്റെ. നമ്മൾ ധ്യാനത്തിന് പോകുന്നു, പ്രാർത്ഥനയ്ക്ക് പോകുന്നു, പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിലേക്ക് ജീസസിനെ അറിയാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് പലരും നൂറ്റാണ്ടുകളായി 3 തലമുറകളായി തകർന്ന് കിടക്കുന്നവരെ ധ്യാനത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അപ്പൻ്റെ കാലത്ത് പണം ഉണ്ടായിരുന്നു? ഇല്ല. അതിൻ്റെ അപ്പൻ്റെ കാലത്തോ? ഇല്ല. 3 തലമുറയായി തകർന്ന് കിടക്കുക. നിങ്ങൾ ബേസിക്കലി ക്രിസ്ത്യാനിയാണോ? യെസ്. അതെന്താ തകർന്ന് കിടക്കുന്നത്? കൂടുതലും നേർച്ച കാഴ്ചകളുടെ വിശ്വാസം. യേശു ക്രിസ്തുവിനെ അറിയത്തില്ല. ബൈബിൾ ആ വീട്ടിൽ ഇല്ല. നിങ്ങളുടെ മക്കൾക്കൊന്നും ബൈബിള് വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ. എന്താണ് പ്രാർത്ഥന? അതെല്ലാം ഈ വിശുദ്ധരോടുള്ള പ്രാർത്ഥനയാണ്. ജീസസിനെ അവർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 തലമുറയായിട്ട് തകർന്ന് കിടക്കുക. എന്നിട്ട് പോലും ജീസസിനെ അറിയത്തില്ല. അവസാനം തകർച്ചയുടെ പടുകുഴിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർ ധ്യാനത്തിന് കടന്നു വന്നത്. ജീസസ് വിഷൻ്റെ ദൈവം യേശുക്രിസ്തു നേരിട്ട് വന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് യേശു ഏക രക്ഷകനാണ് എന്ന് പ്രസംഗിക്കാനാണ്. ഞങ്ങൾക്ക് ഈ കാണുന്ന കുഞ്ചിരിക, കുഞ്ഞമണി, ഇതിനെയൊക്കെ പിടിച്ച് ഇതുവഴി നിങ്ങൾക്ക് വിടുതൽ കിട്ടും, ഇതിനോട് മുമ്പിൽ കമന്ന് കിടക്കുക, ഉരുളുക, മുക്കറയിടുക, ചാണകം എടുത്ത് ദേഹത്ത് പുരട്ടുക, ഇതുപോലുള്ള കള്ളപ്പരിപാടിയൊന്നും പ്രസംഗിക്കാൻ ഞങ്ങളെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൽ വിശ്വസിക്കുക, ആത്മാവായ ദൈവത്തെ ആരാധിക്കുക. ഇത് ഞങ്ങളോട് പ്രസംഗിക്കാൻ പറഞ്ഞു. അത് ഞങ്ങൾ ശക്തമായി പ്രസംഗിക്കുന്നുണ്ട്. ശക്തമായി ഞങ്ങളുടെ ടീം മുന്നിൽ തന്നെ നിൽക്കുകയാണ് കേരളത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന. അപ്പോൾ നമുക്ക് അത് കാരണം എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ആയത്? എന്തുകൊണ്ടാണ് യേശുവിനെ രക്ഷകനും നാഥനുമായി പ്രസംഗിക്കാൻ ഞങ്ങൾ തയ്യാറായത്? എന്തുകൊണ്ടാണ്? ഞങ്ങളെല്ലാം ഒരു സമയത്ത് ഈ കുഞ്ഞമണിയുടെയും കുഞ്ചിറിയുടെയൊക്കെ പുറകെ പോയിട്ട് അവസാനം നാശിച്ച് നാറാഗുണമായി അവസാനം ചത്താ മതി എന്നുള്ള അവസ്ഥ എത്തിക്കഴിഞ്ഞപ്പോഴാണ് യേശുവിലേക്ക് തിരിഞ്ഞു നോക്കിയത്, വചനത്തിലേക്ക് തിരിഞ്ഞു നോക്കി. ആ തിരിഞ്ഞു നോക്കിയപ്പോൾ മുതൽ ദൈവം ഉണ്ട് എന്ന തോന്നൽ മാത്രമല്ല, അതിൻ്റെ വിത്ത് എവിഡൻസും കൂടെ ലഭിക്കാൻ തുടങ്ങി. അതുവരെ സംശയമായിരുന്നു ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത്യുന്നതനായ ദൈവത്തിൻ്റെ വചനത്തിലേക്കും അപ്പോസ്തലന്മാർ പറഞ്ഞ ഉപദേശത്തിലേക്കും ആരും നിർബന്ധിക്കാതെ സ്വയം തന്നെ അതിലേക്ക് കടന്നു വന്നു. സ്വയമേ ഇരുന്ന് ചിന്തിച്ച് ഇങ്ങനെ നശിക്കണമെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരാളില്ലേ? ഇങ്ങനെ ചിന്തിച്ച് അവസാനം ഞങ്ങൾ തന്നെ സ്വയം തീരുമാനമെടുത്തു, ഒന്ന് ബൈബിൾ പഠിക്കാം. അങ്ങനെ ബൈബിൾ പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ കുഞ്ഞിലെ മുതലേ ജീവിച്ചു വന്ന പലതും പൊട്ടത്തരവും കള്ളന്മാരുണ്ടാക്കിയതും ബിസിനസ്സുകാരുടെ തന്ത്രങ്ങളുമായിരുന്നെന്ന് മനസ്സിലായതും വലിച്ചു കീറി എല്ലാത്തിനെയും എടുത്ത് ദൂരെ കളഞ്ഞു. കുറേ ദൈവങ്ങളെന്ന് പറഞ്ഞ കുറേ എണ്ണം വീട്ടിൽ ഇങ്ങനെ വിഗ്രഹങ്ങളായിട്ടും ഫോട്ടോയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. എല്ലാത്തിനെയും എടുത്ത് കത്തിച്ചു. എൻ്റെ വീട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു. എൻ്റെ വീട് മാത്രമല്ല, ജീസസ് വിഷൻ ടീമിലെ പലരുടെ വീടുകളുണ്ടായിരുന്നു. എല്ലാത്തിനെയും ചാക്കി കെട്ടിക്കൊണ്ട് കത്തിച്ച് ഞാൻ പിന്നെ വീട്ടിലിട്ട് തന്നെ കത്തിക്കുമായിരുന്നു. ചിലവർ ചാക്കി കെട്ടിക്കൊണ്ടുവന്ന് ധ്യാനകേന്ദ്രത്തിൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇതുങ്ങളെ എവിടെയെങ്കിലും കൊണ്ട് കളയണം, ഞങ്ങൾക്ക് പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ധ്യാനത്തിനും കൂട്ട് ചാക്കിലാണ് കൊണ്ടുവരുന്നത്. ഒരാളൊരു പെട്ടി ഓട്ടോ വിളിച്ചിട്ട് ചാക്കിൽ കൊണ്ടുവന്ന് ഞാൻ ചോദിച്ചു, ഇതെന്താണ്? ഞാൻ വിചാരിച്ച് തേങ്ങ വല്ലതാണോ ധ്യാനത്തിന്? അല്ല, തേങ്ങയല്ല, മൊത്തം ദൈവങ്ങളാണ്, ബ്രദർ നോക്കിക്കൊള്ളാൻ പറഞ്ഞു. കാരണം അവൻ മുടിഞ്ഞ് നാറാഗുണമായി. അവസാനം ആത്മാവായ ദൈവത്തെ അവൻ ആരാധിക്കാൻ തുടങ്ങി. അവൻ ഇന്ന് വിടുതലായി. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ദൈവത്തെ വേണം പറ?
ഏത് വേണം? കുഞ്ചിരിയ വേണോ? കുഞ്ഞമ്മണി പലതുണ്ട്, മക്കുറുണ്ട്, കിക്രുണ്ട്. ഇത് വല്ലതും വേണോ? വേണ്ടെങ്കിൽ ഇപ്പം മര്യാദയ്ക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുക. നിന്നെ വിടിവിക്കും, നിന്നെ മോചിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ തക്കുടു മുണ്ടൻ താറാവ് ഇതൊന്നും ഇനി മുതൽ വേണ്ട. അതുകൊണ്ട് കുറേ ചാക്കുകൾ പുതിയതായിട്ട് വന്ന, ദുബായിൽ പുതിയതായിട്ട് വന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ചാക്ക് പറ്റിയാൽ ലുലുവിന് പോയി മേടിച്ചോ. ഹല്ലേലൂയ. എന്തിനാണെന്നറിയോ? കുറച്ച് കള്ള വിഗ്രഹങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങളിന്ന് കെട്ടണം, നാളെ ഇഞ്ഞു കൊണ്ട് തന്നാൽ മതി, ഞാൻ പൊട്ടിച്ചോളാം. ഹല്ലേലൂയ. നിങ്ങൾക്കപ്പോൾ ശാപമൊന്നും വെക്കത്തില്ലല്ലോ, ദൈവകോപമൊന്നും നിങ്ങൾക്ക് വരത്തില്ല. ഞാൻ പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. കർത്താവ് എനിക്ക് ദൈവകോപം പോയിട്ട് ഒരു കോപവും വരുത്താതെ ഈ നിമിഷം വരെ കൊണ്ടു കിടക്കുക. എത്രണ്ണമായി? 20 വർഷമായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൊട്ടിക്കുന്നത് ചാരത്തെയാണ്. ആലപ്പുഴയിൽ ഒരു ചാര വിഗ്രഹമുണ്ട്, അതിനെയാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ കൊണ്ടു തരുന്നുണ്ട് ധ്യാനകേന്ദ്രത്തിൽ. കുമ്പിടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഉടമ്പടി കുമ്പിടി എല്ലായിടത്തും കത്തിച്ചുകൊണ്ടിരിക്കുക. കത്തിച്ചിട്ട് ജനങ്ങളെ മൊത്തം ആത്മാവായ ദൈവത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഞങ്ങളിത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇന്ന് ഈ ജനങ്ങൾ ആദ്യമേ കുറേ നേർച്ച കാഴ്ചകളിൽ നടക്കും, പിന്നെ കുറച്ച് പള്ളി കുന്തം കുടച്ചക്കറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അത് കഴിഞ്ഞ് ഇവർ തകരും. കോട്ടയത്ത് ഒരു ഷൈനി 2 പെൺകുഞ്ഞുങ്ങളെ, അതോ നല്ല മിടുക്കരായ 2 പെൺകുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചാൽ മതിയായിരുന്നു ആ സിസ്റ്റർ. എവിടെയെങ്കിലും പോയി ജീവിച്ചെന്നെ അത്. എന്നിട്ട് ആ കുഞ്ഞുങ്ങളെയും, ആ ട്രെയിൻ വരുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2 കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നിന്ന ആ ധൈര്യം. എന്താണ് ഷൈനി അങ്ങനെ നിർത്തിയത്? ഈ കുർബാന സ്വീകരിച്ച ഈ കോട്ടയത്തുള്ള ആ സിസ്റ്ററെ എന്താ നിർത്തിയത്? അങ്ങനെ നിർത്താനുള്ള പവർ അവിടെ അതിനെവിടെ കിട്ടി? അത്രയും സ്ട്രോങ് ദുഃഖം, അത്രയും സ്ട്രോങ്. ആരുമില്ല, ഒറ്റപ്പെട്ടു എന്ന തോന്നൽ, സഹായിക്കാൻ ആളില്ലെന്നുള്ളൊരു തോന്നൽ ഒരാളിൽ വരുമ്പോഴാണല്ലേ റെയിൽവേ പാളത്തിലേക്ക് പോകുന്നത്. ഹല്ലേലൂയ. ഈ ചാരം എന്തി ഈ കുറേ പുണ്യാളന്മാരും ഇന്ന് വ്യാഴാഴ്ച ഒരുത്തൻ, ചൊവ്വാഴ്ച വേറൊരാൾ, ഇവന്മാരൊക്കെ എവിടെ പോയി? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത് ആത്മാവായ ദൈവത്തെ ആരാധിക്കാൻ. ആ റെയിൽവേ പാളത്തിൽ വന്ന് വലിച്ചെടുത്ത് മാറ്റാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. എത്ര പേരെ സാക്ഷ്യം ഇവിടെ കിടപ്പുണ്ടെന്നറിയോ? ചാവാൻ പോയപ്പോൾ മോളെ നീ എവിടെ പോവുക എന്ന് ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി, ഞാൻ നിനക്ക് വിടുതൽ തരും. നോക്കിയപ്പോൾ ആളെ കണ്ടില്ല. കൊച്ചിനെ എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോയി എന്നെ വിളിച്ചിട്ട്, ബ്രദറെ യേശു എന്നോട് പുറകിൽ നിന്ന് സംസാരിച്ചു. ഹല്ലേലൂയ. എത്ര സംഭവങ്ങളുണ്ടെന്നറിയോ? അപ്പോൾ അവിടെയാണ് നമ്മൾ ആത്മാവായ ദൈവത്തെ ആരാധിക്കാൻ വരേണ്ടത്. ഒരുത്തനും കാണത്തില്ല. നിങ്ങൾ സൂയിസൈഡിന് വേണ്ടി നിങ്ങൾ ജീവിതം തകർന്ന് തരിപ്പണമായി നിങ്ങൾ താഴേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, ഒരുത്തനും ഒരുത്തിയും കാണത്തില്ല നിങ്ങളെ സേവ് ചെയ്യാൻ. അത് നിങ്ങൾ അപ്പോഴും താണ്ട് ഇങ്ങനെ നിൽക്കും. അടുത്ത വ്യാഴാഴ്ച വരൂ, നേർച്ച നേരൂ, മാലയിടൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതുങ്ങളെയൊക്കെ ചാക്കി കെട്ടിക്കൊണ്ട് തല്ലി ഒടിച്ച് കത്തിച്ച് കളയണം നിങ്ങൾ. എന്നിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ആത്മാവായ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. തയ്യാറാണോ നിങ്ങൾ? ഹല്ലേലൂയ. അവിടെയാണ് ദൈവം നിങ്ങളെ ഈ ദിവസം മുതൽ നിങ്ങൾ എണ്ണിക്കോ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു തുടങ്ങും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഹല്ലേലൂയ. യേശു ആരാധന. ബൈബിൾ വായിക്കാത്ത നിങ്ങളെ വഴക്ക് പറയാത്താൾ, വീട്ടിൽ പ്രാർത്ഥനയില്ലാതെ നിങ്ങൾ കള്ളും കുടിച്ച് കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്തവൻ, ഈ കള്ള ബിംബത്തെ വീട്ടിൽ നിന്നൊന്ന് എടുത്തു നോക്ക്. ഇവനിഞ്ഞു വരും അധികാരി എന്ന് പറഞ്ഞുകൊണ്ട്. എവിടെ യേശുവിൻ്റെ രൂപം? എവിടെ കുഞ്ഞമ്മയുടെ രൂപം? എവിടെ? കള്ളു കുടിച്ച് കിടന്നപ്പോൾ അവന് ചോദിക്കാനില്ല. ചാവാറായി കിടന്ന നിൻ്റെ വീട്ടിൽ വന്നിട്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ അവന് നേരമില്ല. അവന് ബിംബം കളഞ്ഞപ്പോൾ അവന് നൊന്ത്. അങ്ങനെ നോവുന്നവനോട് പറയണം പോടാന്ന് പറയണം അവനോട്. ഹല്ലേലൂയ. അങ്ങനെ നോവിനെ ഇറക്കി വിടണം. അവനെ വീട്ടിൽ വെച്ച് കയറ്റുപോലും ചെയ്യരുത്. അവൻ നിങ്ങളുടെ സംരക്ഷകനല്ല, നിങ്ങളെ നശിപ്പിക്കാൻ നടക്കുന്നവനാണ്. യേശു ആരാധന. അവനൊരു ഭൂമിയിൽ ഒരു റിലീജൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ നടക്കുക. ഞങ്ങളോ നിങ്ങളെ ആത്മാവായ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ നടക്കുന്നവരാണ്. ഞങ്ങളുടെ ഉദ്ദേശം അത് തന്നെ. നിങ്ങൾ ആത്മാവായ കള്ള വിഗ്രഹങ്ങളിൽ നിന്ന് അകന്ന് നിങ്ങൾ ആത്മാവായ ദൈവത്തിലേക്ക് അടുക്കണം. നിങ്ങൾക്ക് തയ്യാറുണ്ടോ? പലവരെയും രക്ഷപ്പെടുത്തിയ ദൈവം നിങ്ങളെ രക്ഷപ്പെടുത്തും. വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് യേശുവിനെ കൂടുതൽ യേശുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കാൻ നോക്കുക. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ
ആൾക്കാർ, ഞാനതാ പറഞ്ഞു തുടങ്ങിയത്, ആൾക്കാർ ഈ നേർച്ച കാഴ്ചകളിലേക്കൊക്കെ വന്നിട്ട് ആൾക്കാർ നേരെ കുറേ കഴിയുമ്പോൾ ബൈബിൾ പഠിക്കണമെന്ന് പറഞ്ഞുള്ള ചിന്ത വരും. ഈ ധ്യാനമൊക്കെ കൂടി കഴിയുമ്പോൾ ബൈബിൾ പഠിക്കാനായിട്ട് ചിലപ്പോൾ അവരായിരിക്കുന്ന സഭയിൽ നിന്ന് വേറൊരു സഭയിലേക്ക് പോയി, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻറ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ബെന്തക്കോസിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ചർച്ചിലേക്കൊക്കെ പോയി ബൈബിൾ പഠിക്കുന്നു. ബൈബിൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഇവർക്ക് പിന്നീട് സംശയങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ബൈബിൾ പഠനം അതാണ്, സംശയങ്ങൾ കൂടും. സംശയങ്ങൾ കൂടുന്നതിനനുസരിച്ച് അവസാനം ഇവർക്ക് തോന്നും ബഹുദൈവ ആരാധനയാണ് ക്രിസ്ത്യാനി എന്ന് തോന്നുന്ന ചിലവർക്ക് അങ്ങനെ തോന്നാറുണ്ട്. പലരും വന്ന് ചോദിക്കാറുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ബൈബിൾ പഠിപ്പിക്കുന്നവർ കറക്റ്റ് പഠിപ്പിക്കാത്തത് കാരണമാണ്. നമ്മുടെ ടീമിൽ ആർക്കും തോന്നത്തില്ല, കാരണം നമുക്ക് അതിൻ്റെ രഹസ്യങ്ങൾ അറിയാം. ഹല്ലേലൂയ. അപ്പോൾ ഒരു തോന്നലുണ്ടായിട്ട് പണ്ടൊക്കെ ഇവരെല്ലാം പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ ഇസ്ലാം മതങ്ങളിലേക്ക് മുസ്ലിം ആവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് ആ കാലഘട്ടങ്ങളിലായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ജൂതായിസത്തിലേക്ക് ആൾക്കാർ കൺവേർട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ഡെസ്റ്റിൻ ബ്രദറിൻ്റെ ചാനലിൽ വന്ന ഒരു കത്തോലിക്കൻ യൂത, അവൻ ബെന്തക്കോസിൽ പോന്നു, പിന്നെ അവിടെ നിന്ന് ജൂത. എത്ര പേരാണെന്നറിയോ ജൂതാ മതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്നറിയാം. ഇസ്രായേലിൽ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പലരും ജൂതാ മതമാണ് കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് എന്താ കാരണം എന്നറിയോ? ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സത്യ റൂട്ട് പഠിപ്പിക്കാതെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ജീസസ് വിഷൻ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ സത്യം പഠിപ്പിക്കത്തില്ല. എനിക്ക് ഈ ജീസസ് വിഷൻ മിനിസ്ട്രി ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അത് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അറിയാം. ഞാനിതൊന്നും നോക്കാറില്ല. ഞാൻ ഓരോരുത്തരോടത്തും പുതിയത് നിങ്ങളിട്ട് പുതിയ ഗ്രൂപ്പ് തുടങ്ങാൻ പറയും. ഞാൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്യത്തില്ല. ഞാൻ നോക്കുന്നത് ആത്മാവായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവത്തിന് എനിക്ക് കാഴ്ച കൊടുക്കണം. എനിക്കതാണ് എൻ്റെ പ്ലാനേ, അതാണ്. ഞാനതാണ് നോക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ ആരാധന. അപ്പം നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒരു വചനത്തിലേക്ക് നിങ്ങൾക്ക് വരാം. വെളിപാട് പുസ്തകത്തിൽ 14-ാം അധ്യായം 1-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, വെളിപാട് പുസ്തകത്തിൻ്റെ ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് കണ്ടു. അവനോട് കൂടെ 144,000 പേരും. ഈ 144,000 പേര് കറക്റ്റ് 144,000 പേരുമായിട്ട് യേശു നിൽക്കുന്നു. അവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പോകത്തുള്ളൂ എന്ന ഒരു വിജാതീയനായ ഒരുവൻ. വിജാതീയൻ എന്ന് നമ്മൾ വിളിക്കുന്നത് പരിശുദ്ധവും നിർമ്മലവുമായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഭാഗഭാഗങ്ങളാണ് നമ്മൾ. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരെല്ലാം നമുക്ക് വിജാതീയരാണ്. അതാണ് അതിൻ്റെ സത്യം. നമ്മൾ പരിശുദ്ധമായ സഭയാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത, യേശു ക്രിസ്തുവിനെ ദൈവമായി ഉൾക്കൊള്ളാൻ പറ്റാത്ത ആരും അവർ നമുക്ക് വിജാതീയരാണ്. ഹല്ലേലൂയ. അവർ നമുക്ക് വിശുദ്ധരല്ല, നമുക്ക് വിജാതീയരാണ് അവർ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവിൽ അവർ വിശുദ്ധരല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ക്രിസ്തുവിൻ്റെ വിശുദ്ധി അവരിലേക്ക് വന്നിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അവർ വിജാതീയരാണ്. പക്ഷേ ഇവിടെ വിജാതീയരായ ആൾക്കാർ നമ്മളോട് ചോദിക്കും, ഇതാ 144,000 പേര് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തുള്ളൂ. അല്ല, വെളിപാട് പുസ്തകത്തിൽ ഞാൻ വചനം എടുക്കുന്നില്ല, നിങ്ങൾക്കറിയാം. എണ്ണാൻ പറ്റാത്ത വിധത്തിൽ ജനങ്ങൾ ദൈവരാജ്യത്തിലെത്തി അസംഖ്യമായിരുന്നു. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത ജനങ്ങൾ പ്രവേശിച്ചു എന്നും വെളിപാട് പുസ്തകത്തിലും സുവിശേഷങ്ങളിലും പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. യേശുവും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അറിയാവുന്നതുകൊണ്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ പോകണ്ട. പക്ഷേ ഇനി അടുത്തത് എന്താണ്? അപ്പോൾ ഈ 144,000 പേര് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വേറെയാണ്. അത് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ വിഷയം വേറൊരു വിഷയത്തിലേക്ക് പോകാനാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴത്തെ വിഷയം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. അവരുടെ നെറ്റിയിൽ അവന്റെ നാമവും അവരുടെ നെറ്റിയിൽ അവന്റെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതിയിട്ടുണ്ട്. ഇത് കാരണം 144,000 പേരെന്ന് പറഞ്ഞുകൊണ്ട് യഹോവ സാക്ഷികൾ അവർ 144,000 പേരെ തയ്ക്കാനായിട്ട് അവർ കുറച്ച് നടന്നു. പിന്നെ ഈ തൃശ്ശൂരിൽ ഒരു എംബർ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ഒരു സെൻ്ററുണ്ട്. അവർ ആദ്യം വന്ന യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതെന്നല്ല, അതിൽ രക്ഷ പൂർണ്ണമായിട്ടില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. പുതിയതായിട്ടൊരു യേശു 2005 ജനിച്ചു. ആ യേശു 2005 ജനിച്ചപ്പോൾ ഇപ്പോൾ വയസ്സ് എത്രയായി കാണും? ആരെങ്കിലും കണക്കൂട്ടി പറയാമോ? 25 ഇപ്പോൾ യേശുവിന് 20 വയസ്സ്, തടിയൊക്കെ വളർന്നു. 20 വയസ്സായിട്ടുണ്ട്. ഇതുവരെയായിട്ട് എങ്ങും വന്നിട്ടില്ല. ഹല്ലേലൂയ. അവർ 33 വയസ്സിൽ അവർ വരുത്തും, അത് വേറെ വിഷയം. അവരങ്ങനെ ആ യേശുവിലാണ് രക്ഷ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. പക്ഷേ യേശുവിന് 20 വയസ്സായെങ്കിൽ
അവരിപ്പോൾ പറയുന്നത് മാതാവിന് എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ ചെറുപ്പമാണെന്ന് തോന്നുന്നത്, കുഞ്ഞാണ്, 8 9 വയസ്സേ ഉള്ളെന്ന് ആരോ അവിടെ കൂടിയവരാരോ എന്നോട് വന്ന് പറഞ്ഞു. മാതാവ് വളരെ ചെറുപ്പമാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഈ മാതാവിലാണോ യേശു ജനിക്കേണ്ടത്? അപ്പോൾ പണ്ട് യേശു ജനിച്ചു എന്ന് പറഞ്ഞതോ പറഞ്ഞു ഞങ്ങളോട് ഇതൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചോദ്യം അങ്ങ് നിർത്തി. അവിടെ പോയി ഇവരാണ് പറഞ്ഞത്, നേരിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതൊന്നും നമ്മളതിൻ്റെ പുറകൊന്നും പോകണ്ട. നമ്മൾ പറയുന്നത് അവരും 144,000 പേരുടെ ഈ സംഖ്യ തയ്ക്കാനായിട്ട് അവരും നടക്കുകയാണ്. അങ്ങനെ ഒരു കൂട്ടായ്മ, അങ്ങനെ പല 144,000 പേരുടെ ഈ സംഭവം വെച്ച് വ്യാഖ്യാനം വെച്ചുകൊണ്ട് പലരും ഗ്രൂപ്പുകളുണ്ടാക്കി, പിന്നെ സഭകളുണ്ടാക്കി. ചിലത് പൊട്ടിപ്പൊളിഞ്ഞു, ചിലത് പിന്നെ തമ്മിലടിയായി, ചിലത് വെടിവെപ്പിലൂടെ ഇല്ലാതായി, ചിലത് പിന്നെ കർത്താവിൻ്റെ തിരുവത്താഴമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് വിഷം ഒഴിച്ച് ഉണ്ടായിരുന്ന ജനങ്ങളെയെല്ലാം കൊന്നൊടുക്കി. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളുക. അപ്പോൾ 144,000 പേരുടെ പേര് നമുക്കത് മറ്റൊരു ക്ലാസ്സാണ്, ഇപ്പോൾ എടുത്താൽ തീരത്തില്ല. എന്നാൽ നമ്മൾ അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ എന്താണ് പറയുന്നത്? അവരുടെ നെറ്റിയിൽ അവന്റെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതിയിട്ടുണ്ട്. അവരുടെ നെറ്റിയിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? അവന്റെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതിയിട്ടുണ്ട്. ആരുടെ നെറ്റിയിലാണ്? 144,000 പേരുടെ മാത്രം നെറ്റിയിലാണ്, വേറെ ആരുടെയും നെറ്റിയിൽ എഴുതിയിട്ടില്ല. ഇതാണോ? ഇതൊന്നുമല്ല. 144,000 എന്ന് പറയുന്നത് ഇത് അപ്പോഗ്രാഫിക് സാഹിത്യ ശൈലിയിൽ എഴുതിയിരിക്കുന്നതാണ്. 144,000 എന്ന് പറയുമ്പോൾ 12 എന്നുള്ളതിൻ്റെ ഒരു ഗുണിതം വെച്ചുകൊണ്ടാണ് 144,000 ഒക്കെ വന്നിരിക്കുന്നത്. അത് പോട്ട്. പക്ഷേ ഇതിനൊരു അർത്ഥമുണ്ട്, ഇതിനൊരു രഹസ്യാത്മകതയുണ്ട് ഈ 144,000-ന്. നമുക്ക് ഇവിടെ 2 കാര്യങ്ങളാണ്. ഇവർ നിൽക്കുന്നത് എവിടെയാണ്? ആദ്യം പറഞ്ഞേ, ഈ 144,000 പേര് നെറ്റിയിൽ പേരെഴുതി. ആരുടെയൊക്കെ പേരാണ് എഴുതിയിരിക്കുന്നത്? പറഞ്ഞേ, ആരുടെയൊക്കെ പേരാണ്? ആരുടെ പേരാണ്? ഒന്ന് അവൻ്റെ നാമമുണ്ട്, പിന്നെ അവൻ്റെ പിതാവിൻ്റെ നാമം. അപ്പോൾ പിതാവിൻ്റെ ഉണ്ട്, പുത്രൻ്റെയും നാമമുണ്ട്. 2 പേരുടെ നാമം എഴുതി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ പേര് ഇങ്ങനെയാണെങ്കിൽ ബ്രദറിൻ്റെ പേര് വേറൊരു പേരാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും 2 വ്യക്തിയാണ്. അതേസമയം നമ്മൾ ഒരാളാണെങ്കിൽ നമുക്ക് എന്തായിരിക്കണം? ഒരു പേരേ വരാൻ പാടുള്ളൂ. പക്ഷെ നമുക്ക് 2 പേരും 3 പേരും 4 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ 4 വ്യക്തിത്വമാണ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇവിടെ രണ്ട് നാമങ്ങൾ നെറ്റിയിൽ എഴുതി വെച്ചുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ 2 നാമം എഴുതിയപ്പോൾ 2 വ്യക്തിയായി. അപ്പോൾ 2 ദൈവങ്ങളായി. ഈ രീതിയിലാണ് ഇപ്പോൾ ക്ലാസ് വന്ന് നിൽക്കുന്നത്. ഈ രീതിയിലാണ് വചനം വന്ന് നിൽക്കുന്നത്. ഒന്നുകൂടെ നിങ്ങൾ ആ വചനം ഒന്ന് വായിക്കാമോ? ഒരു കുഞ്ഞാട് സിയോൻ മലയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. എവിടെയാണ് നിൽക്കുന്നത്? ആ കുഞ്ഞാട് നിൽക്കുന്ന എവിടെ? സിയോൻ മല. ഈ സിയോൻ മല എവിടെയാണ്? സിയോൻ മല എന്ന് പറയുന്നത് പഴയ ജെറുസലേം. ഞാൻ അവിടെ പോയതായതുകൊണ്ട് ഞാൻ 3 വട്ടം അവിടെ പോയതാണ്. പോവുകയും സിയോൻ മല പോയി പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പഴയ ജെറുസലേം നഗരത്തിൻ്റെ തെക്ക് വശത്തോട് ചേർന്ന് നമുക്ക് അവിടെ കാണാം ജാബ മതിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പണ്ട് 65 യുദ്ധം നടന്ന സമയത്തുള്ള വെടിയുടെ ആ പാടുകളൊക്കെ ഇപ്പോഴും ആ മതിലിലുണ്ട്. ആ മതിലിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു കുന്നുംപുറമുണ്ട്. ആ കുന്നുംപുറത്തെയാണ് സിയോൻ മല എന്ന് പറയുന്നത്. ഈ സിയോൻ മലയിൽ ദാവീദിൻ്റെ വീട് പട്ടണം ഇവിടെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ടൂറിസ്റ്റിൽ പോകുന്ന ആൾക്കാരെ ഈ ഗൈഡ് കൊണ്ട് കാണിക്കും. ഇവിടെയായിരുന്നു ദാവീദിൻ്റെ, ഇവിടെയാണ് യേശുക്രിസ്തു സ്വർഗ്ഗസ്ഥനായ പിതാവ് ചൊല്ലിയത്, ഇവിടെ നിന്നുകൊണ്ടാണ് യേശുക്രിസ്തു ഉദ്ധാനം ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ കാണിക്കുന്ന ആ ഭാഗമാണ് സിയോൻ മല എന്ന് പറയുന്നത്. ആ സിയോൻ മലയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വരുമ്പോഴാണ് നമ്മൾ ഇത് കാണുന്നത്, ഒലിവ് തോട്ടം കാണുന്നത്. ഒലിവ് തോട്ടത്തിൻ്റെ താഴെയാണ് ഗെത്സമേൻ തോട്ടം കാണുന്നത്. ഇങ്ങനെയാണ് ടൂറിസ്റ്റുകളെ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിയോൻ മലയിൽ ഈ സിയോൻ മലയിലാണ് ഇപ്പോൾ ആര് വന്ന് നിൽക്കുന്നത്? 144,000 പേര് വന്ന് നിൽക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിച്ചോളുക, ഒന്നുകൂടെ നോട്ട് ചെയ്യണം. സിയോൻ മല എവിടെയാണ്? ജെറുസലേം പള്ളിയുടെ തെക്ക് വശത്തായിട്ട് കിടക്കുന്ന ദാവീദ് രാജാവ് ആദ്യം ജെറുസലേമിൽ പട്ടണം പണിതിട്ട് ദാവീദ് രാജാവും കുടുംബം അവിടെ താമസമായി. ആ താമസമായപ്പോൾ പെലിസ്തരിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടകം ദാവീദ് രാജാവ് ഓബദേദോടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പെട്ടകമില്ലയോ, ദാവീദ് രാജാവ് വെച്ചത് ഈ ദാവീദ് രാജാവിൻ്റെ നഗരത്തിലാണ്. അതായത് സിയോൺ മലയിലാണ് ആദ്യം പെട്ടകം ഇരുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അത് കഴിഞ്ഞിട്ട് പിന്നെ സോളമൻ്റെ കാലത്താണ് അത് എവിടെയിട്ട് വരുന്നത്? മോറിയ മലയിലേക്ക് കൊണ്ടുവന്ന് പള്ളി പണിതിട്ട് ഈ പെട്ടകം എവിടെ? സിയോൺ മലയിൽ നിന്ന് എവിടോട്ട് വരുന്നുണ്ട്? മോറിയ മലയിൽ വന്ന് അവിടെയാണ് ജെറുസലേം ദേവാലയം വെക്കുന്നത്. അതും ഇത് രണ്ടും അടുത്തടുത്ത കാണുന്ന തരത്തിലുള്ള 2 മല, ഒരു മലയുടെ ചരിവിൽ നിന്ന് അടുത്ത മല തുടങ്ങുകയാണ്. അങ്ങനെയാണ് ഇത്. ഇനി നമ്മൾ ശ്രദ്ധിച്ചോളുക, യേശുക്രിസ്തു അന്ത്യത്താഴം കഴിച്ചത് സിയോൺ മലയിലാണ്.
ദാവീദ് രാജാവിനെ അടക്കിയിരിക്കുന്നത് സിയോൺ മലയിലാണ്. ദാവീദ് രാജാവിനെ അടക്കിയ കല്ലറയുടെ മുകളിലോട്ട് മാറി ഇതുപോലൊരു ഹോളുണ്ട്. ആ ഹോളിലിരുന്നാണ് യേശു ക്രിസ്തു അന്ത്യത്താഴം നടത്തിയതെന്ന് വിശ്വസിച്ചതുകൊണ്ട് ക്രിസ്ത്യാനികൾ ദാവീദ് രാജാവിൻ്റെ കല്ലറ ഇന്നുകൊണ്ട് ആ കല്ലറ കണ്ടിട്ട് ക്രിസ്ത്യാനികൾ എങ്ങോട്ട് പോകും? ആ പടി കൂടെ കയറി മേളിൽ പോകും. മേളിൽ പോയി അവിടെ ഇരുന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കും. യേശു ക്രിസ്തു അന്ത്യത്താഴം നടത്തിയ സ്ഥലം ഇതാണ്. പിന്നെ അതുകൂടാതെ ശിഷ്യന്മാർ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച സഭ പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് 120 പേരുടെ മേൽ ഇറങ്ങി വന്ന പ്ലേസ് ഹാളും ഇതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെല്ലാം ആ ഹാള് പോയി കാണാറുണ്ട്. ആ ഹാള് നിൽക്കുന്നത് ദാവീദ് രാജാവിൻ്റെ കല്ലറയുടെ മുകളിലാണ്. അപ്പോൾ സിയോൺ മലയിൽ എന്താണുള്ളത്? ദാവീദ് രാജാവിൻ്റെ കല്ലറയുണ്ട്. പെന്തക്കോസ്താ തിരുനാളിന് യേശു ക്രിസ്തു പരിശുദ്ധാത്മാവായി ശിഷ്യരുടെ മേൽ ഇറങ്ങി വന്ന സ്ഥലവും കൂടെയാണ് അത്. എന്നാൽ ആക്ച്വലി അതല്ല. 12-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ നിർമ്മിച്ച ഒരു മുറിയാണ് യഥാർത്ഥത്തിൽ ആ ഹാളല്ല യഥാർത്ഥത്തിൽ പെന്തക്കോസ്താ തിരുനാളിൽ ശിഷ്യന്മാരിരുന്നതും അന്ത്യത്താഴം നടന്നതുമായ ഹാള് അതേ അല്ല. അതൊക്കെ 12-ാം നൂറ്റാണ്ടിൽ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ മുകളിലൊക്കെ ഈ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന എന്താ അതിൻ്റെ മണ്ട ഇരിക്കുന്നതിന് എന്താ പറയുന്നത്, മകുടമൊക്കെ ഉണ്ടല്ലോ ആ മേലെ, അതല്ല ഇപ്പോഴും അതുപോലെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് അതല്ല. അതൊരു പിന്നെ ഒരു പോകുന്നവർക്ക് എല്ലാം കാണണമല്ലോ, അതുകൊണ്ട് അവിടെ പലതും തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതല്ല. 12-ാം നൂറ്റാണ്ടിൽ ഡെവലപ്മെൻറ്റ് ചെയ്തതാണ്. പണ്ട് ദാവീദിൻ്റെ കല്ലറയുടെ മുമ്പിൽ മുകളിൽ യേശുവിൻ്റെ കാലത്ത് ഒരു ബിൽഡിങ്ങും പണിയാൻ യഹൂദന്മാർ സമ്മതിക്കത്തില്ലായിരുന്നു. അവിടെ കൊട്ടാരം പോലെ ഉണ്ടായിരുന്നു. ദാവീദ് രാജാവിൻ്റെ ഒരു വീട് പോലെ, കല്ലറ ഒരു വലിയൊരു കെട്ടിടം പോലൊക്കെ അന്നത്തെ കാലത്ത് പണിതിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ തുർക്കി രാജാവ് ഭരിക്കുന്ന സമയത്ത് ദാവീദ് രാജാവിൻ്റെ കല്ലറയുടെ മുകളിലൂടെ മതിൽ കെട്ടാനായിട്ട് പറഞ്ഞു. പക്ഷേ അവർ മതിൽ കെട്ടിയില്ല. മതിൽ ഇപ്പുറത്തോട്ട് മാറ്റി കെട്ടിയപ്പോൾ ആ 2 എഞ്ചിനീയർമാരെ കൊന്നിട്ട് ആ മതിലിൻ്റെ അടുത്ത് തന്നെ കുഴിച്ചിട്ടുണ്ട്. ആ കല്ലറ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. 2 എഞ്ചിനീയർമാരെ ഈ മതിൽ കെട്ടി പൊക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ദാവീദിൻ്റെ കല്ലറ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാൽ യേശു ക്രിസ്തു ആ ഭാഗത്ത് എവിടെയാണ് അത് ഇതുവരെയായിട്ടും വ്യക്തമല്ല അവരിരുന്ന വീട്. അപ്പോൾ സിയോൺ പർവ്വതത്തിൻ്റെ കിഴക്കേ ചരിവ്, ഇത് തെക്കാണ്, ആ തെക്കിൻ്റെ കിഴക്കേ ചരിവ് വന്ന് നിൽക്കുന്നത് മഹാപുരോഹിതൻ കയ്യപ്പാസിൻ്റെ വീടിലാണ്. യേശു ക്രിസ്തു വീടിൻ്റെ തുമ്പി നിൽക്കുന്നത് സിയോൺ ചരിവ് വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കയ്യപ്പാസിൻ്റെ വീട്ടിൽ വെച്ചാണ് യേശു ക്രിസ്തു വിചാരണ ചെയ്യപ്പെടുന്നതും അടിയേൽക്കുന്നതെല്ലാം. അങ്ങനെ സിയോൺ മലയുടെ അതിരെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു അടിയേറ്റ സ്ഥലമാണ്. യേശു ക്രിസ്തു അതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിയ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചതെല്ലാം സിയോൺ മലയിൽ വെച്ചാണ്. അങ്ങനെ സിയോൺ മലയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സിയോൺ മലയിൽ തന്നെ ആര് വന്ന് നിൽക്കുകയാണ്? യേശു ക്രിസ്തു 144,000 പേരുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സിയോൺ മലയുടെ അതിരുകൾ മനസ്സിലായോ? യേശു ക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററിയുള്ള സ്ഥലമാണ് സിയോൺ മല. ഞാൻ ഏതെങ്കിലും ഒരു വയൽ പോയി മേടിച്ചിട്ട് അപ്പുറത്ത് ചന്ദ്രശേഖരൻ്റെ അതിര്, ഇപ്പുറത്ത് കുഞ്ഞമണിയുടെ അതിര്, ഇങ്ങനെയുള്ള അതിര്, എന്നിട്ട് ഞാൻ പറയാണ് ഇത് സിയോണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ സിയോൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. നിങ്ങളിങ്ങനെ കാണാം, മന്ദബുദ്ധികളെ പോലെ ആകരുത്. നിങ്ങൾ ആ സിയോൺ എന്ന് പറയുമ്പോൾ ബൈബിളിൻ്റെ വ്യാഖ്യാനം അനുസരിച്ചും ബൈബിൾ വചനമനുസരിച്ചും ഭൂമിശാസ്ത്രപരമായും ഒക്കെ നിങ്ങൾ സിയോൺ എവിടെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അതുപോലെ തന്നെ യൂറോപ്പിൽ ഒരു സിയോണുണ്ട്. അതുപോലെ തന്നെ ചിലവർ പ്രയർ ഗ്രൂപ്പ് ഇട്ടിട്ട് ആ പ്രയർ ഗ്രൂപ്പിൻ്റെ പ്ലേസാണ് യഥാർത്ഥ ബൈബിളിൽ പറഞ്ഞ സിയോൺ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പലയിടത്തായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പുറകെ പോകണ്ട. ഇനി ശ്രദ്ധിച്ചോളുക. അപ്പോൾ സിയോൺ പർവ്വതത്തിൻ്റെ കിഴക്കേ ചരിവ് ആരുടെ വീടാണ്? കയ്യപ്പാസിൻ്റെ വീടാണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അപ്പോൾ നമ്മളിവിടെ എന്താണ് പറയുന്നത്? നെറ്റിയിൽ ആരുടെയൊക്കെ നാമമാണ്? എല്ലാവരും വായിച്ചേ. നെറ്റിയിൽ, അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും. പിന്നെ ആരുടെ നാമമുണ്ട്? പിതാവിൻ്റെ നാമമുണ്ട്. ഈ പിതാവ് ആരാണ്? എഫേസ്യോസ് 1-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുക. അവൻ്റെ പിതാവ് ആരാണ്? സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവരാണ്. അവന്റെ പിതാവ് ആരാണ്? ദൈവമാണ്. ഹല്ലേലൂയ. അതാണ് പിതാവ് ആരാണ്? ദൈവമാണ്. പിതാവ് ദൈവത്തെയാണ് പിതാവെന്ന് ജൂതന്മാർ ദൈവമായിട്ട് കണ്ട യാഹ്വയാണ് പിതാവെന്ന് പറയുന്നത്. അതുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് ആരും തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യേശുവിൻ്റെ പിതാവെന്ന് യേശു വിളിച്ചത്. ജൂതന്മാർ യാഹ്വേ എന്ന് വിളിച്ച ദൈവത്തെയാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു
വളരെ വ്യക്തമായി ആഗ്രഹിക്കുന്നു, അവൻ്റെ നാമം നിങ്ങൾ അറിയണം. യേശു ക്രിസ്തു വളരെ വ്യക്തമായി ആഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമം എന്താണെന്ന് നിങ്ങൾ അറിയണം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം എന്താണ് നിങ്ങൾ പറഞ്ഞേ? യേശുവിൻ്റെ നാമം എന്താണ്? പിതാവിൻ്റെ നാമം എന്താണ്? നിങ്ങൾ പറയത്തില്ല. എന്നാൽ നിങ്ങൾ ചോദിക്കുക, യേശുവിൻ്റെ യഥാർത്ഥ പേരെന്താണ്? യഹോശുവ അല്ലേ? ഈ യഹോശുവ എന്നുള്ള പേര് ആർക്കുണ്ടായിരുന്നു? മോശയുടെ കാലത്ത് ജോഷുവയ്ക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രഭാഷകൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ അദ്ദേഹത്തിൻ്റെ പേര് യഹോശുവ എന്നാണ്. ശമരിയായിലുള്ള മന്ത്രവാദിയുടെ പേര് യഹോശുവ എന്നാണ്. അതുപോലെ തന്നെ പലർക്കും യഹോശുവ എന്ന പേരുണ്ട്. മന്ത്രവാദികൾക്കുണ്ടായിരുന്നു, പുസ്തക രചന പ്രഭാഷകൻ്റെ പുസ്തകം എഴുതിയാൾക്ക് ഉണ്ടായിരുന്നു, യുദ്ധം ചെയ്ത ആൾക്കുണ്ടായിരുന്നു. ഇതൊരു കോമൺ നെയിമാണ് യഹോശുവ എന്നുള്ളത് ആ നാട്ടിലെ. ആ പേരാണ് യേശുക്രിസ്തുവിന് ഇട്ടിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ യഹോശുവ എന്ന നാമവും യാഹ്വേ എന്ന നാമവും, അങ്ങനെ രണ്ട് നാമമാണോ നെറ്റിത്തടത്തിൽ എഴുതി വച്ചിരുന്നത്. ഒന്നാമത് എന്താ എഴുതിയിരുന്നു? യഹോശുവ. രണ്ടാമത് എന്താ എഴുതിയിരുന്നു? യാഹ്വേ. ഈ രണ്ട് നാമങ്ങളായിരുന്നു ഈ 144,000 പേര് എഴുതിയത്. ഇതാണ് നമ്മുടെ ചോദ്യം. ഹല്ലേലൂയ. എന്നാൽ ഈ നാമത്തിൻ്റെ പുറകെ നമ്മൾ പോകണോ? യേശുക്രിസ്തു വളരെ വ്യക്തമായി ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, പറഞ്ഞേ, അങ്ങയുടെ നാമം പൂജിതമാകണം. അങ്ങയുടെ നാമം. അപ്പോൾ യാഹ്വേയുടെ നാമത്തെ പൂജിക്കാൻ പറഞ്ഞു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, പിന്നെന്താ പറഞ്ഞു? യാഹ്വേയുടെ നാമത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? പൂജിക്കണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യഹൂദന്മാർ ഒരിക്കൽ പോലും ദൈവനാമം ഉപയോഗിക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യഹൂദന്മാർ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു നാമത്തെ പൂജിക്കാൻ പറഞ്ഞത്? ഞാൻ അതിൻ്റെ ഉത്തരവ് പറയുന്നത്, ജൂതന്മാർ ദൈവനാമം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അവർ യാഹ്വേ എന്നവർ പറയത്തില്ല. ഇപ്പോൾ യഹൂദൻ അന്നത്തെ കാലത്ത് 3 മാസം പാപ്പിരിസ് പേപ്പറിൽ എഴുതുന്ന ഒരു ലിഖിതം 3 വർഷമോ 4 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ ഒക്കെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ പാപ്പിരിസ് പേപ്പറിൽ എഴുതുന്നത് ശാസ്ത്രിമാർ അവരെല്ലാ ദിവസവും ഇരുന്ന് പകർത്തി എഴുതിക്കൊണ്ടിരിക്കും പാപ്പിരിസ് പേപ്പറിൽ. പിന്നാണ് തോലിലൊക്കെ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ ഈ പാപ്പിരിസ് പേപ്പറിൽ യാഹ്വേ എന്ന് അല്ലെങ്കിൽ ഈ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, യാഹ്വേ എന്ന് എഴുതുകയാണെന്നെങ്കിൽ, അല്ലെങ്കിൽ ദൈവം എന്ന്, അബ്രാമിൻ്റെ ദൈവം എന്ന് എഴുതുകയാണെങ്കിൽ, അപ്പം തന്നെ ദാവീദ് രാജാവ് എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുടെ മുമ്പിൽ വന്നെന്ന് വിചാരിക്കുക, രാജാവ് വന്നെന്ന് വിചാരിക്കുക. രാജാവ് വന്നാൽ എല്ലാവരും വണങ്ങും, അവർ ബഹുമാനിക്കും. അത് ഒരു ആദരവാണ്, രാജ്യം ഭരിക്കുന്ന രാജാവിനോടുള്ള ഒരു ബഹുമാനമാണ്. അപ്പോൾ യാഹ്വേ എന്നുള്ള പേര് ശാസ്ത്രിമാരോ ആരെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ രാജാവ് വന്നാൽ പോലും അവർ എഴുന്നേൽക്കത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ താൻ എഴുതുന്ന യാഹ്വേ എന്ന നാമത്തെക്കാൾ വലിയവനല്ല എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ആരും എഴുതത്തില്ല. അത് എഴുതി അടക്കി ഭദ്രമായി വെച്ചതിന് ശേഷം രാജാവിനെ അവർ വണങ്ങും. അത്ര റെസ്പെക്റ്റോട് കൂടിയായിരുന്നു അവർ ദൈവനാമത്തെ കണ്ടിരുന്നത്. അതുകൊണ്ട് യാഹ്വേ എന്ന പേര് ആരും വിളിക്കത്തില്ല. അതിന് പകരമായിട്ട് നിങ്ങൾക്കറിയാൻ പലപ്പോഴായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അവർ എന്താണ് വിളിച്ചത്? അഡനായി അല്ലെങ്കിൽ ക്യൂരിയോസ് എന്ന, ഗ്രീക്കിലാണെങ്കിൽ ക്യൂരിയോസ്, അല്ലെങ്കിൽ എബ്രായ ഭാഷയിലാണെങ്കിൽ എന്ത് വിളിച്ചു? അഡനായി. നമുക്കറിയാം അവരുടെ ഒരു യഹൂദന്മാരുടെ ബാങ്ക് വിളിയുണ്ടല്ലോ, അതിൻ്റെ അകത്ത് അവർ വിളിക്കുന്നത് എങ്ങനെയാണ്? അഡനായി, ഇസ്രായേലിൻ്റെ ദൈവം പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഡനായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ ബാങ്ക് വിളിയിൽ വിളിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിച്ചോളുക, ഇനി യഹൂദന്മാർ ഒരിക്കലും ഈ പേര് ഉപയോഗിച്ചില്ല. എന്നിട്ട് ക്രിസ്ത്യാനി യാഹ്വേ എന്ന് ഉപയോഗിച്ചായിരുന്നോ? നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ക്രിസ്ത്യാനി ഉപയോഗിച്ചോ യാഹ്വേ എന്ന്? ക്രിസ്ത്യാനി യാഹ്വേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടോ? കത്തോലിക്ക പള്ളിയിൽ സിറിയൻ ഓർത്തഡോക്സ്, യാക്കോബ, മർത്തോമ യാഹ്വേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടോ? ഒരു വാക്കെങ്കിലും കുർബാന മധ്യയിൽ, കുർബാനയിൽ യഹോവ വിളിക്കുന്നുണ്ടോ? മർത്തോമക്കാർ വിളിക്കുന്നുണ്ടോ? എനിക്കറിയില്ല എങ്ങനെയാണ് വിളിക്കുന്നത്, എന്തോ ഏത് സമയത്താണ്? ദൈവമേ നീ പരിശുദ്ധനാ, അതല്ലയോ? അതിനെ എവിടെ യഹോവ എന്ന് വിളിക്കുന്നത്? എവിടെ വിളിക്കുന്നത് കുർബാനയിൽ? ഏതെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാം. എനിക്ക് ഓർമ്മയില്ല, ഞാനും കുറേ സെർച്ച് ചെയ്തു. അല്ലേ, ഏതെങ്കിലും കുർബാനയിൽ ഏതെങ്കിലും ചൊല്ലിൽ വിളിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയാം. ഉണ്ടോ? മർത്തോമയിലുണ്ടോ? അവിടെ എല്ലാം ദൈവമേ എന്നല്ലേ വിളിക്കുന്നത്. യാഹ്വേ എന്ന് വിളിക്കുന്നുണ്ടോ? ആ നാമം വിളിക്കുന്നുണ്ടോ? നാമം വിളിക്കുന്നില്ല. ഓർത്തഡോക്സിലൊന്നും വിളിക്കുന്നില്ല. മറ്റേ പാട്ടുണ്ടല്ലോ, പൗലോസ്, അതിൻ്റെ അകത്ത് പോലും ഇല്ലേ, ധന്യം ചൊല്ലട്ടെ, അവിടെ ഒന്നും നാമം പറയുന്നില്ല, യാഹ്വേ എന്നുള്ളൊരു വാക്ക് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് യാഹ്വേ മിസ്സാക്കിയത്?
ഇവിടെ ജൂതന്മാർ മിസ്സാക്കി, പിന്നെന്താണ്, പിന്നെ ആര് മിസ്സാക്കി? ക്രിസ്ത്യാനികളും കളഞ്ഞു. ഹല്ലേലൂയ. കാരണം എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇന്ന് യാഹ്വേ യേശുവിൻ്റെ പിതാവല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കൾട്ട് ടീം ഇറങ്ങിയിട്ടുണ്ട്. അവരിറങ്ങിയിട്ടല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഉള്ള കൾട്ട് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ കോമഡി ആയത് കാരണം ഇപ്പോൾ കേൾക്കത്തില്ല ആരും. പലരെ ഞാൻ സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ട് നോക്ക്, നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഈ പൊട്ടത്തരം കേൾക്കാൻ ആർക്ക് പറ്റുമെന്ന് വെച്ചു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സങ്കീർത്തനം 83:18, സങ്കീർത്തനം 83:18. കർത്താവ് എന്ന നാമം വഹിക്കുന്ന, എല്ലാവരും ശ്രദ്ധിക്കണേ, നിങ്ങൾ ഈ നാമം പഠിക്കുന്നത് യേശുവിനെ പഠിക്കുവാണ്. യേശുവിനെ പഠിച്ചാൽ എന്ത് ലഭിക്കും? ആദ്യത്തെ ക്ലാസ് ഓർമ്മയുണ്ടല്ലോ, യേശുവിനെ കൂടുതൽ പഠിക്കണമെന്നുള്ള ക്ലാസ് കേട്ടായിരുന്നോ നിങ്ങൾ? ആ, അതുകൊണ്ട് യേശുവിനെ പഠിച്ചേ പറ്റത്തുള്ളൂ ഈ ധ്യാനത്തിൽ. ഹല്ലേലൂയ. അടുത്ത കർത്താവ് എന്ന നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതനെന്ന് അവർ അറിയട്ടെ. അവിടെ യഥാർത്ഥത്തിൽ കർത്താവെന്ന് ആക്കിയതാണ്. അവിടെ യഥാർത്ഥത്തിൽ 66 പുസ്തകത്തിൽ യഹോവ എന്നാണ്, 66 പുസ്തകത്തിൽ യഥാർത്ഥത്തിൽ യാഹ്വേ എന്നാണ്. അതിൻ്റെ എബ്രായക്കാർ മാറ്റിയെടുത്ത അഡനായി എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, POCയിൽ. അല്ലെങ്കിൽ ക്യൂരിയോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ യഹോവ എന്ന നാമം അങ്ങനെ നോക്കി, അങ്ങനെ അവർ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവ്വഭൂമിക്കും മീതെ അത്യുന്നതനെന്ന് അറിയും. ഹല്ലേലൂയ. നീ മാത്രമാണ്. ഇത് ആരാ പറഞ്ഞിരിക്കുന്നത്? ആരാണ്? സങ്കീർത്തകൻ പറഞ്ഞിരിക്കുക. യേശു ക്രിസ്തു പോലും ഈ സങ്കീർത്തനം വായിച്ചിട്ടുണ്ട്. അപ്പൊ യേശു ക്രിസ്തു പറയാണ് യഹോവ എന്ന നാമമുള്ള, വായിച്ചോ, നീ മാത്രം. ഈ എഴുത്തുകാരാണ് യഹോവ എന്നുള്ളതിനെ ബഹുമാനാർത്ഥം അഡനായി ആക്കിയത്. അഡനായിയുടെ മലയാളമാണ് കർത്താവ്. ഹല്ലേലൂയ. ഇനി അടുത്ത എന്താണ്? വായിച്ചോ. യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവ്വഭൂമിക്കും മീതെ അത്യുന്നതനെന്ന് അറിയും. ഹല്ലേലൂയ. യേശുവേ ആരാധന. എല്ലാ ഭൂമിക്കും മുകളിലെ യഥാർത്ഥ അത്യുന്നതൻ ആരാണെന്ന് പറയും? യഹോവയാണെന്ന് പറയും. ഇതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. പക്ഷേ അവർ ഒരിക്കലും ഈ നാമം ഉപയോഗിക്കാനായിട്ട് അവിടെ സങ്കീർത്തകൻ അടനായിയാണ് പറഞ്ഞിരിക്കുന്നത്. നാമം ഉപയോഗിക്കാനായിട്ട് അവരാരും തയ്യാറായില്ല. പുറപ്പാട് 3 പിന്നെ പുറപ്പാട് 3-ാം അധ്യായത്തിൽ മോശയുടെ മുമ്പിൽ വരുമ്പോൾ, ഞാൻ പെട്ടെന്ന് എടുത്ത് പോവുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. മോശയുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക, മോശയുടെ അടുത്താണ് നാമം പറയുന്നത് ദൈവം. നിങ്ങളതൊന്ന് വായിക്കാം. പുറപ്പാട് 3-ലാണ് മോശയുടെ അടുത്ത് എന്താ പറയുന്നത്? ഞാൻ തന്നെ ആകുന്നു, ഐ ആം ഹു ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു, അല്ലേ? ആ ഭാഗം ഒന്ന് വായിക്കാമോ? എൻ്റെ പിതാക്കന്മാർക്ക് ഞാൻ ഈ പേരിൽ അറിയപ്പെട്ടിട്ടില്ല. ആ ഭാഗമാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നെന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? അവിടുത്തെ പേരെന്താണെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു. ദൈവം മോശയോട് പറയുവാണ്, ഞാൻ തന്നെ, ഞാനാകുന്നവൻ ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് പറഞ്ഞ തനിക്ക് മുകളിൽ ഒരാളുണ്ടെങ്കിലേ പേര് പറയുന്നതിൽ കാര്യമുള്ളൂ. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന തൻ്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചാണ്. ആ പേഴ്സണാലിറ്റിയെ നാമമായി ദൈവം പറയുകയാണ്. അതിന് മുകളിലോട്ട് വേറൊരു നാമമില്ല. തനിക്ക് മുകളിൽ ഒരാളുണ്ടെങ്കിലേ നാമം പറയത്തുള്ളൂ. അയാൾ വേണം നാമം ഇടാൻ. ഒരാൾ തനിക്ക് മുകളിൽ, ഇപ്പം നിങ്ങൾക്ക് മുകളിൽ ഒരാളുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിടും. നിങ്ങൾക്ക് മുകളിൽ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേരിടാൻ ആരില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് അബ്രാമിൻ്റെ മുമ്പിൽ ദൈവം പേരൊന്നും ഇല്ലാതെ അബ്രാമിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ നാമം ഘോഷിച്ചുകൊണ്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അവന് പേരിടാൻ പറ്റത്തില്ല. അവന് മുകളിൽ ഒരാൾ, ദൈവത്തിന് മുകളിൽ ഒരാളുണ്ടെങ്കിൽ പേരിടാം. പേരില്ലാത്തത് ഈ ദൈവത്തിന് മുകളിൽ ഒരാളില്ലാത്തത് കാരണമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മാത്രം പറഞ്ഞു. ആ പറഞ്ഞ ആ സ്വരാക്ഷരത്തെയാണ് യാഹ്വേ എന്നാക്കിയത്. വായിച്ചോളുക. ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ഇനി പേര് പറയുന്നുണ്ട് ദൈവം, യാഹ്വേ എന്നാണെന്ന്. നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു
ഇത് എന്നേക്കും എൻ്റെ നാമവും എന്താണ് ആ പേരെന്താണ്? യഹോവ എന്നുള്ളത് 9-ാം നൂറ്റാണ്ട് 10-ാം നൂറ്റാണ്ടിലൊക്കെ വന്നതാണ് യഹോവ എന്നുള്ളത്. പക്ഷേ യാഹ്വേ എന്നാണ്. എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവും ആകുന്നു. ഈ പേരെന്താണ്? മാറ്റാൻ പറ്റത്തില്ല അല്ലേ? അതെന്താണ് പേരെന്താണ്? യഹോവ, യാഹ്വേ. യാഹ്വേ. പക്ഷെ അത് തലമുറയെ അവസാനം വരെയും ആ പേര് തന്നെ പറയണം. ആ പേര് എവിടെ നിന്നാണ് വന്നത്? ഞാനാകുന്നവൻ എന്ന ദൈവത്തിൻ്റെ ആ പേഴ്സണാലിറ്റിയിൽ നിന്ന് ദൈവം തന്നെ പറഞ്ഞ് എൻ്റെ പേര് നിങ്ങൾ അങ്ങനെ വിളിച്ചാൽ മതി, കാരണം എനിക്ക് മുകളിൽ വേറെ ആളില്ല. അപ്പോൾ നമുക്ക് വിളിക്കാൻ വേണ്ടി ദൈവം ഒരു പേര് നമുക്ക് നൽകിയതാണ്. എന്തിനാണ്? ഇസ്രായേൽക്കാർക്ക് പരിചയപ്പെടുത്താൻ ഒരു നാമം വേണമെന്ന് മോശ ആവശ്യപ്പെട്ടപ്പോൾ ദൈവം തൻ്റെ വ്യക്തിത്വം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ രൂപം എടുത്തുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യം. രൂപം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം ആരാണ്, ദൈവത്തിൻ്റെ മുകളിൽ ആളില്ല എന്ന വ്യവസ്ഥ വെച്ചുകൊണ്ട് ദൈവം പറഞ്ഞതാണ് ആ പേര്. ഹല്ലേലൂയ. ഇത്രയും നിങ്ങൾക്ക് ക്ലിയറായോ? ഇത് യേശു ആരാധന. ഇത് ആർക്ക് വേണ്ടി പറഞ്ഞതാണ്? അടിമത്തത്തിൽ കിടക്കുന്ന ജനം, അവർ പല പേരിലുള്ളവരെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നവരാ, അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഈ ദൈവത്തിന് പേരുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ദൈവത്തിന് പേരുണ്ടെങ്കിൽ ഒരാൾ മുകളിൽ വേണം, അതാണ് സത്യം. അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ് യാഹ്വേ എന്ന പേര് ദൈവം നമുക്ക് നൽകിയത്. ആ പേര് ഒരു വട്ടം നൽകിക്കഴിഞ്ഞാൽ അവൻ ദൈവമായതിനാൽ അത് അന്ത്യത്തോളവും ആ പേര്, പിന്നെ അതിന് എന്തില്ല? മാറ്റമില്ല. ഇത് ഇത്രയും നിങ്ങൾ ഓർത്തോളുക. യാഹ്വേ എന്ന പേരിന് മാറ്റമുണ്ടോ? മാറ്റമില്ല. പിന്നെ ഒരു പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരാധിക്കാൻ പറ്റത്തില്ല. യാഹ്വേ എന്നുള്ള പേര് തന്നെ നിങ്ങൾ ആരാധിക്കണം. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്ക് ഇത് ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ ഇവരാരും ഈ പേര് വിളിച്ചോ? ജൂതന്മാർ വിളിച്ചോ ഈ പേര്? ക്രിസ്ത്യാനികളും വിളിച്ചില്ല, ജൂതന്മാരും വിളിച്ചില്ല. ഹല്ലേലൂയ. അപ്പം എന്തുകൊണ്ട് വിളിച്ചില്ല? എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത്രയും ഭയക്കാൻ കാരണം എന്താണ്? അതിൻ്റെ കാരണം ഇവർ പറയുന്നുണ്ട്. ഇവർ മനഃപൂർവ്വം വിളിക്കാതിരുന്നതല്ല, ഇവർ കാരണം പറയുന്നുണ്ട്. കാരണം പറയുന്നത് യെശയ്യായുടെ പുസ്തകത്തിൽ 64-ാം അധ്യായം നിങ്ങൾ എടുക്കണം. ഈ ക്രിസ്ത്യാനികളും വിളിച്ചില്ല, ജൂതന്മാരും വിളിച്ചില്ല. പക്ഷെ കാരണം എന്ന് പറയുന്നത് യെശയ്യാ 64-ാം അധ്യായത്തിൽ അതിൻ്റെ കാരണത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. 64-7 എടുത്താൽ മതി. 7 മുതൽ 9 വരെ ഒന്ന് വായിച്ചാൽ മതി. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങേ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്നും മുഖം മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്, ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ആമേൻ. ഹല്ലേലൂയ. യേശു പിതാവ് എന്ന് വിളിക്കാൻ പ്രേരിപ്പിച്ചതും യേശുവിൻ്റെ ശരീരത്തിൽ നമ്മൾ ഭാഗഭാഗങ്ങളാകുന്നു, അതുവഴി യേശുവിൻ്റെ പിതാവ് നമ്മുടെ പിതാവാകുന്നു. ഈ വ്യവസ്ഥയിലാണ് പിതാവ് എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത്. പക്ഷേ നാമത്തെ കളയാൻ യേശു പഠിപ്പിച്ചില്ല. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവർ ഈ പേര് വിളിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് പറഞ്ഞേ? ഹല്ലേലൂയ. നിങ്ങൾ ഈ ബൈബിൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പേര് വിളിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ്? ജനം അകൃത്യമാണ്, ജനം പരിശുദ്ധരല്ലെന്ന് അവൻ്റെ ഉള്ളിൽ തന്നെ കുറ്റബോധം അടിച്ചപ്പോൾ ഈ പരിശുദ്ധ നാമത്തെ വിളിക്കാൻ അവർക്ക് പേടിയായി, അവർക്ക് ഭയമായി. അപ്പോൾ ജൂതന്മാർ യഹോവ പരിശുദ്ധ നാമമാണ്, അവൻ്റെ മുഖത്തോട്ട് പോലും നോക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അത് കാരണം അവരെന്തു ചെയ്തു? അവരാ പേര് വിളിച്ചില്ല. ഹല്ലേലൂയ. അവരാ പേര് വിളിച്ചില്ല, അവരടനായി എന്ന് വിളിച്ചു. അങ്ങനെ വിളിച്ചു. നീ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധി പ്രാപിച്ചതാണെങ്കിൽ നീ ആരുടെ പേര് വിളിക്കണം? നീ ആരെ വിളിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ട്? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ രക്തത്താൽ യോഗ്യതയുണ്ടെങ്കിൽ യഹോവയുടെ നാമം നീ പൂജിക്കണം. ഹല്ലേലൂയ. ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് നമ്മൾ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പൂർവ്വ പിതാക്കന്മാർ പോലും തള്ളിക്കളഞ്ഞ ആ പേര്, ആ യാഹ്വേ എന്നുള്ള പേര് നീ നിൻ്റെ വീട്ടിൽ പറഞ്ഞ് നീ ആരാധിക്കണം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നീ യേശു ക്രിസ്തുവിൻ്റെ ബോഡിയാണ്, നിനക്ക് അവകാശമുണ്ട് അത് ആരാധിക്കാനായിട്ട്. യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച് പൂജിക്കാൻ പറഞ്ഞു അതിനെ. ഹല്ലേലൂയ. അതുകൊണ്ട് തകർന്നു കിടക്കുന്നവർ, നശിച്ചു കിടക്കുന്നവർ, ജീവിതത്തിൽ ഒരിക്കലും ഉയരാത്തവർ ആത്മാവായ ദൈവത്തെ
ആ ആത്മാവിൽ അവർ യാഗുവെ നോക്കി ഹാലേലൂയ പറഞ്ഞ് ആരാധിക്കണം. ആമേൻ. ഹല്ലേലൂയ. സ്തുതിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാഗുവയെ കുറിച്ച് പറയുമ്പോൾ ജെറമിയ പറയുന്നതും കൂടെ നമുക്ക് എടുത്തിട്ട് ബാക്കി കാര്യത്തിലേക്ക് പോവാം. ജെറമിയ എന്താ പറയുന്നത് എന്നറിയോ? ജെറമിയ 10:10 പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. എന്നാൽ കർത്താവാണ് സത്യദൈവം, ജീവിക്കുന്ന ദൈവവും നിത്യനായ രാജാവും. അവിടെ കർത്താവ് എന്നുള്ള ഭാഗം അവിടെ അടനായി ആണ് സത്യദൈവം എന്നാണ് പറയുന്നത് ജെറമിയ. അടനായി ആരാണ്? അവർക്ക് അകൃത്യങ്ങൾ കാരണം, അവർ പൂർണ്ണ ശുദ്ധരല്ലാത്തത് കാരണം അവരെങ്ങനെയാണ് വിളിക്കുന്നത്? ജോയൽ അടനായി എന്നാണല്ലോ വിളിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ ജോയൽ ആരാണ്? ക്രിസ്തുവിന്റെ ബോഡിയല്ലേ? ഹല്ലേലൂയ. അപ്പൊ ജോയൽ അവിടെ എന്ത് പറയണം? യഹോവ എന്ന് തന്നെ പറയണം. യഹോവയല്ല, യാഗുവേ എന്ന് പറയണം. ഹല്ലേലൂയ. ഞാനാകുന്നവൻ ഞാനാകുന്നു, അവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആമേൻ. സ്തോത്ര സ്തോത്ര. ഹല്ലേലൂയ. ഇത് പലരും മറന്നുപോയതാണ്. യാഗുവയെ വിളിക്കാൻ പലരും മറന്നുപോയി. ഞാനിത് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് യഹോവ സാക്ഷിയുടെ ഇതാണ്. യഹോവ സാക്ഷികൾക്ക് യേശുക്രിസ്തു ദൈവമല്ല. എന്നെ സംബന്ധിച്ച് യേശുക്രിസ്തു യാഗുവയും ഒന്നെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള അടവ് നടക്കത്തില്ല ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾ അത് ഒന്നാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ്. ശ്രമിക്കുമല്ല, അതിൻ്റെ സത്യം വെളിപ്പെടുത്തുന്നവരാണ് ഞങ്ങൾ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യാഗുവയെ മറന്നുകൊണ്ടുള്ള ജീവിതം, യാഗുവയെ മറക്കുന്നവൻ പുത്രനെ മറക്കുകയാണ്. യാഗുവയെ ആരാധിക്കാത്തവൻ പുത്രനെ അവഹേളിക്കുകയാണ്. അതുപോലെ തന്നെ പുത്രനില്ലാത്തവന് യാഗുവയില്ല, യാഗുവയില്ലാത്തവന് പുത്രനുമില്ല. ഹല്ലേലൂയ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഞങ്ങളിവിടെ പ്രസംഗിച്ച് നിങ്ങൾക്ക് ക്ലിയറാക്കി തരാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇന്ന് വരെ യാഗുവേ എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന നടന്നിട്ടുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യാഗുവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് മുതൽ പറഞ്ഞു നോക്ക്. ഒരു വിഷയം നിങ്ങൾ എഴുതി വെക്ക്. നിങ്ങളൊരു ഡയറി എഴുതി വെക്ക്. എനിക്ക് ഇന്ന കാര്യം നടക്കണം എന്ന് പറഞ്ഞൊരു വിഷയം എഴുതി വെച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യാഗുവേ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെ പറഞ്ഞൊന്ന് ആരാധിച്ചു നോക്ക്. ഹല്ലേലൂയ. ഇതുവരെ ഉള്ള പോലെ അല്ല ഇനി അങ്ങോട്ട്. സ്തോത്രം. ഇതുവരെ പോലെ അല്ല ഇനി അങ്ങോട്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ഒന്ന് മനസ്സിലാക്കി നോക്ക്. യാഗുവെ അവരുടെ തളർച്ചയും അവരുടെ ഉയർച്ചയും ഒക്കെ നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്ക്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇത് നിങ്ങളെ പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. കാരണം വെളിപാട് പുസ്തകത്തിൽ യോഹന്നാനെ ദൈവം പഠിപ്പിച്ചു കൊടുത്തു. ഇത് അതാണ് നിങ്ങളെ ഇത് പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ടത് ഈ യേശു പറഞ്ഞ ഇനി വായിക്കാൻ പോകുന്ന വചനം നിങ്ങൾ വളരെയേറെ ചിന്തിക്കണം. അതിൻ്റെ ഓരോ വാക്കുകളും ചിന്തിക്കണം. ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന യേശുവിൻ്റെ തിരുവചനമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. യേശു പറഞ്ഞ, ശിഷ്യരോട് പറഞ്ഞ വാക്കാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾ ആഴമേറിയ രീതിയിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. 17-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യം എല്ലാവരും എടുത്തേ, എല്ലാവരും നോട്ട് ചെയ്തേ. അതിൻ്റെ അകത്ത് യേശു പറയുന്നത് എന്താണെന്ന് നോക്കിയേ. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഇനിമേൽ ശിഷ്യരൊക്കെ ലോകത്തിലാണ്, ഞാൻ ലോകത്തിലുമല്ല. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു, ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ പിതാവേ, നമ്മെ പോലെ അവരും, നമ്മെ പോലെ. അതെന്തൊരു വാക്കാണ്? യേശുവേ ആരാധന ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന ദൈവമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധനായ പിതാവേ, നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഈ നാമം എവിടുന്നാ കിട്ടിയത്? പറഞ്ഞേ, ഈ നാമം പറഞ്ഞേ. ഒന്നും കൂടെ വായിച്ചോ. നിങ്ങൾ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്ലാസ് നിർത്താൻ സമയമായി വരുന്നുണ്ട്. പെട്ടെന്ന് വായിച്ചോ. പരിശുദ്ധനായ പിതാവേ, പരിശുദ്ധനായ പിതാവേ, നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് ഈ ഒന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാമം പറയുന്നത്. അല്ലേ? കറക്റ്റ് അല്ലേ? അല്ലേ? ഞാൻ ചോദ്യം വരും, അതുകൊണ്ടാണ് ചോദിച്ചു. ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ, അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. അപ്പൊ ഈ യഹോശുവ ആരുടെ നാമോ? പിതാവിന്റെ. അപ്പൊ യാഗുവ ആരാ?
ഇതുകൊണ്ടാണ് എല്ലാവരും തല പെരുത്തിട്ട് വയ്യ, നേരെ ജൂഡായിസം. ഇപ്പം മറ്റേടത്തോട്ട് പോകത്തില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേടത്തതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം ഇപ്പോൾ ആൾക്കാർക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ആൾക്കാരിപ്പോൾ എങ്ങോട്ട് പോവുകയാണ്? ജൂഡായിസത്തിലോട്ട് പോവുക. ജോയൽ പറഞ്ഞേ, ഈ നാമം ആരാ? പിതാവിൻ്റെ. അപ്പോൾ യേശുവിനെ നമ്മൾ എങ്ങനെ വിളിക്കണം? പിതാവ് ആരാണ് നേരം? യേശുവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാ? മെൽക്കിസേദെക്കാണ്. അപ്പോൾ പിതാവ് ആരാ? പിതാവ് ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനം ചെയ്യാം. എന്നാൽ അതെല്ലാം പൊട്ടത്തരമാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. അതെല്ലാം പൊട്ടത്തരമാണ്. ആർക്കെങ്കിലും ബൾബ് കത്തുന്നുണ്ടോ ഇതിന് ഉത്തരം പറയാനായിട്ട്? ഒന്നുകൂടെ ഞാൻ ചോദിക്കുവാണ്, യേശുവിന് ഈ നാമം കൊടുത്തത് ആരാണ്? ഇപ്പോൾ എല്ലാവരും പറഞ്ഞേ, പിതാവാണ് ഈ നാമം കൊടുത്തത്. ഈ നാമം ആരുടേതാണ്? പിതാവിൻ്റെതാണ്. അപ്പോൾ യേശുവിൻ്റെ പേരെന്താ? അപ്പോൾ പിതാവെന്ന് നമ്മൾ ആരെ വിളിക്കണം? അപ്പച്ചാന്ന് നമ്മൾ ആരെ വിളിക്കണം? യേശുവിനെ വിളിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യമേ ഒരു വചനം വായിച്ച അവൻ്റെ പിതാവ് ദൈവമാണ്. എഫേസ്യസുകാരുടെ വചനം വായിച്ചത്. ഹല്ലേലൂയ. യേശുവിൻ്റെ പിതാവ് ആരാണ്? ദൈവമാണ്, യാഹ്വയാണെന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളവിടെ ആ വചനം ഒന്നുകൂടെ വായിക്കുന്നോ? ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടോ? ഒന്നുകൂടെ ഒന്ന് വായിച്ചു പോ. എല്ലാവരും ഒന്ന് ഹാളിൽ നിന്നുകൊണ്ടൊന്ന് കർത്താവിൻ്റെ നാമത്തെ പഠിക്കേണ്ടത് നമുക്ക്. ഒന്ന് വായിച്ചു പോയേ. ഇപ്പോൾ യോഹന്നാൻ്റെ 17:11 വായിക്കാമോ? ഇനിമേൽ ഞാൻ ലോകത്തിലില്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെ പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ കാത്തുകൊള്ളണം. 12 കൂടെ വായിച്ചോ. ഞാൻ അവരോട് കൂടെ ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവരുടെ കൂടെ ആയിരുന്നപ്പോൾ, ലോകത്തിലായിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. ഹല്ലേലൂയ. ഇത് 2 തലങ്ങളിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഒന്ന്, കേവലം ഒരു പേര് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കാം. 2, പുത്രനെന്ന ആ ഒരു പദവിയെ ആണ് ഇവിടെ നാമമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടുത്തെ പുത്രനെന്ന, അവിടുത്തെ പുത്രനായ ഒരു അവകാശമുണ്ടല്ലോ, അവിടുത്തെ പേരിൽ എനിക്ക് നൽകിയ, ഭൂമിയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യാൻ അവിടുന്ന് എനിക്ക് നൽകിയ ഒരു സാഹചര്യമുണ്ടല്ലോ, ആ സാഹചര്യത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. അത് എൻ്റേതല്ല, അവിടുത്തതാണ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരർത്ഥവും നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം പുത്രൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും നെറ്റിയിൽ എഴുതും എന്ന് പറയുന്ന വെളിപാട് പുസ്തകം വരുമ്പോൾ എന്തു ചെയ്യും? ഈ അർത്ഥമാണെങ്കിൽ പുത്രൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും നെറ്റിയിൽ എഴുതും എന്ന് പറയുമ്പോൾ ഈ സാഹചര്യങ്ങളെ മൊത്തവും മറികടക്കുന്നതാണ് മറ്റേ സാഹചര്യം. അപ്പോൾ എന്തു ചെയ്യും? അതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 1:18 വാക്യത്തിൽ നമുക്ക് പറയാം എങ്ങനെയാണ് ഈ പേര് വന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ്. എന്താണ് പറയുന്നത്? അവന് യേശുക്രിസ്തു ജനനം ഇപ്രകാരമായിരുന്നു. നിങ്ങളൊന്ന് ഓട്ടിച്ച് വായിച്ചാൽ മതി. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതനാക്കാൻ ഇഷ്ടപ്പെടുകയായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ച് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇവിടെ മാതാവ് ഗർഭം ധരിച്ചത് ആരിൽ നിന്നാണ്? അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്നാണെങ്കിൽ യേശുവിൻ്റെ ശരീരം ആരുടേതാണ്? അപ്പോൾ അതെങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശരീരം എങ്ങനെ മനുഷ്യ ശരീരമാകും? അപ്പോൾ മാതാവിൽ നിന്ന് ശരീരം എടുത്തു എന്നുള്ളൊരു വ്യാഖ്യാനം ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. യേശുവിൻ്റെ കാണപ്പെടുന്ന ശരീരം മാതാവിൻ്റെയാണ്. മാതാവിൻ്റെ അണ്ടത്തിൽ നിന്നാണ് ആ ശരീരം രൂപപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഠനമുണ്ട്. നാളത്തെ ക്ലാസ് അതാണ്.
യേശുവിനെ പൂർണ്ണമായും പഠിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. മാതാവിൻ്റെ ശരീരത്തിൽ നിന്നാണ് യേശുവിൻ്റെ ശരീരം വന്നതെങ്കിൽ ആദാമിക പാപം മാതാവിലില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വരും. അതിനും ഉത്തരമുണ്ട്. മാതാവ് ആദ്യകാലം മുതലേ സ്വർഗത്തിൽ മാതാവിന് ശരീരം ഉണ്ടാക്കി, പാപമില്ലാത്ത ശരീരം ഉണ്ടാക്കി ദൈവം വെച്ച് ലോകത്തിലേക്ക് അയച്ചതാണ് എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനത്തിലാണ് മേരിയോളജിക്കാർ നിൽക്കുന്നത്. ശരി, നാളത്തെ ക്ലാസ് നമുക്ക് യേശുവിനെ പൂർണ്ണമായും അറിയുക എന്നുള്ളതാണ് ഈ ധ്യാനം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ ആ വിഷയം വരും. അപ്പോൾ നാളെ കേട്ടാൽ പോരെ ആ വിഷയം. നമുക്കിന്ന് നാമത്തിൻ്റെ പുറകെ പോകാം. ശരി, ഓക്കെ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ആരാ പറഞ്ഞത്? സ്വർഗത്തിൽ നിന്ന് ആരാ പറഞ്ഞത്? ദൂതനാണ് വന്ന് പറഞ്ഞത് എന്തിടണമെന്നുള്ളത്. യഹോശുവ എന്ന പേര് ഇടണമെന്ന് പറയുന്നു. യഹോശുവ എന്ന പേര് ഇടാൻ പറഞ്ഞു. യഹോശുവ എന്ന് പറഞ്ഞാൽ മിശിക എന്ന യഹോശുവ മിശിക യഹോശുവ, അല്ലെങ്കിൽ മിശിക യഹോശുവ ക്രിസ്തു എന്നൊക്കെ പറയുന്നത്, യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഗ്രീക്കാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ. മിശിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷിക്തൻ എന്ന് എബ്രായ ഭാഷയിൽ അഭിഷിക്തൻ എന്ന് വിളിക്കണമെങ്കിൽ മിശിക എന്ന് വിളിക്കണം. ഇനി അഭിഷിക്തനെ ഗ്രീക്കിൽ വിളിക്കണമെങ്കിൽ എന്ത് വിളിക്കണം? ക്രിസ്തു എന്ന് വിളിക്കണം. ജെസൂസ് എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് യേശു എന്ന പദം അറമായ ഭാഷയിലൊക്കെ വന്നത്. അപ്പോൾ ഗ്രീക്കിൽ യേശുവിനെ വിളിക്കുകയാണെങ്കിൽ എന്ത് വിളിക്കണം? ജിസൂസ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതിൽ നിന്നാണ് ഈശോ, യേശു എന്നുള്ള വാക്കുകളൊക്കെ വന്നത്. അങ്ങനെയാണ്. പക്ഷെ ക്രിസ്തു എന്ന വാക്ക് ഏതിലാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്? മിശിക എന്ന പിന്നെ അഭിഷിക്തൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു, ഈശോ ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ ഈ പദങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ പേരെന്താണ്? യഹോശുവ എന്നാണ് യഥാർത്ഥ യേശുവിൻ്റെ പേര്. യഹോശുവ എന്ന പേരിന് അർത്ഥം എന്ന് പറയുന്നത് യഹോവ രക്ഷിക്കുന്നു, അല്ലെങ്കിൽ യാഹ്വേ രക്ഷിക്കുന്നു എന്നാണ് ആ പേരിന് അർത്ഥം. രക്ഷിക്കുന്നവൻ എന്നാണ്. എന്താണ് യഹോശുവയുടെ അർത്ഥം? എന്താണ്? യാഹ്വേ, യഹോവ, അല്ലെങ്കിൽ യാഹ്വേ രക്ഷിക്കുന്നു. നമുക്കൊന്ന് സ്തുതിക്കാം. നമുക്ക് യേശുവേ ആരാധന ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ യഹോശുവ എന്ന് പറഞ്ഞ എന്താണ് അർത്ഥം? എല്ലാവരും പറഞ്ഞേ യഹോശുവ യാഹ്വേ രക്ഷിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യഹോശുവ എല്ലാവരും പറഞ്ഞേ യാഹ്വേ രക്ഷിക്കുന്നു. അതാണ് യേശുവിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പം ഈ പേര് നൽകിയത് ആരാണ്? ദൈവമാണ്, യാഹ്വേയാണ്. ഈ പേര് ആരുടേതാണ്? യാഹ്വേയുടെയാണ്. ഇനി ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക്. നമ്മൾ വിചാരിക്കുകയാണ് പ്രാർത്ഥിച്ചാൽ പോരെ, ഈ നാമത്തിൻ്റെ ഒക്കെ പുറകെ പോണോ? യേശു എന്നൊക്കെ വിളിച്ചങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ? അപ്പോൾ ദൈവം എന്ത് പറയുന്നു? ഈ നാമത്തിൻ്റെ പുറകെ പോണോ വേണ്ടായോ? അപ്പോൾ യേശുവിൻ്റെ മുഖം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, യേശുവിൻ്റെ പ്രസൻസ് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ നാമം അറിഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വെളിപാട് പുസ്തകം 22:4 വെളിപാട് പുസ്തകം 22:4 നിങ്ങൾ വായിക്കുമ്പോൾ അവർ അവിടുത്തെ മുഖം ദർശിക്കും. എന്ന് വെച്ചാൽ മരിച്ച് എന്ന് കഴിയുമ്പോൾ ദർശിക്കും. അതിൻ്റെ നിഴൽ ഭൂമിയിൽ വെച്ച് നമുക്കുണ്ടാവും. മുഖം ദർശിക്കുക എന്ന് പറഞ്ഞാൽ ഡാവിഞ്ചി വരച്ച താടിയും മുടിയും വളർത്തിയ ആളല്ല. അവൻ്റെ വ്യക്തിത്വം ദർശിക്കാനായിട്ട് ഞങ്ങൾക്കൊക്കെ സാധിക്കുന്നത് പോലെ സാധിക്കും. അതിനൊരു പുരുഷൻ്റെ മുഖത്തിലല്ല യേശു ക്രിസ്തു വരുന്നത്. ഹല്ലേലൂയ. അവർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. ഈ മുഖം ദർശിക്കുന്നവരുടെ എല്ലാം നെറ്റിത്തടത്തിൽ എന്തുണ്ടായിരിക്കും? അവിടുത്തെ നാമം ഉണ്ടായിരിക്കും. നാമം അവർക്ക് അറിയാം. കറക്റ്റായിട്ട് അറിയാവുന്നവർക്കാണ് മുഖം കാണുവാനായിട്ട് ഇടയാകുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമം കറക്റ്റ് അറിയാവുന്നവർക്ക് അവർക്ക് വ്യക്തമായും യേശു ക്രിസ്തുവിനെ ഗ്രഹിക്കാനും യേശു ക്രിസ്തുവിനെ കാണുവാനും സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഈ നാമം നമുക്ക് അറിയണം. എന്താണ് അതിൻ്റെ വ്യക്തിത്വം എന്താണ് എന്ന് അറിയണം. യേശു ക്രിസ്തുവിന് ഒത്തിരി നാമമുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാമോ നാമം ഏതൊക്കെയായിരിക്കും എന്നുള്ളത്? പറയാമോ? ഏതെങ്കിലുമൊക്കെ പറയേ നിങ്ങൾക്ക്? വചനം. ആമേൻ. പറഞ്ഞോ. വചനം എന്നുണ്ട്. ആമേൻ. ആമേൻ എന്നുള്ള വെളിപാട് പുസ്തകത്തിലാണ്. വായിച്ചു. പിന്നെ ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നിത്യനായ പിതാവ്. കുഞ്ഞാട്, പ്രഭുക്കന്മാരുടെ രാജാവ്, രാജാക്കന്മാരുടെ രാജാവ്, വിശ്വസ്തനും സത്യവാനും, വെള്ളക്കുതിരയുടെ സവാരിക്കാരൻ, ദൈവവചനം,
പിന്നെന്താണ്, പിന്നെ രാജാക്കന്മാരുടെ രാജാവ്, പിന്നെന്താണ് പ്രവാചകന്മാരുടെ പ്രവാചകൻ എന്നൊക്കെ പറയും, ക്രിസ്തു, വിശുദ്ധ പ്രവാചകന്മാരുടെ നേതാവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഒരു 10-40 കൂടുതൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഇതിനെയൊക്കെ പറയുന്നത് യേശുവിൻ്റെ നാമം ഘോഷിക്കുന്ന പദങ്ങളാണ്. ഇതെല്ലാം പേരുകളല്ല. എന്താണ് പറയേണ്ടത്? യേശുവിൻ്റെ നാമം ഘോഷണം നടത്തുന്നതാണ്. അവൻ്റെ വ്യക്തിത്വത്തെ ഘോഷിക്കുന്ന ഇതാണ്, പദങ്ങളാണ്. പുറപ്പാട് പുസ്തകം 34:5-7 വാക്യങ്ങൾ. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവന്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തന്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുൻപിലൂടെ ഘോഷിക്കുകയാണ്. തൻ്റെ നാമത്വത്തിൻ്റെ പ്രഖ്യാപനം ഘോഷിച്ചുകൊണ്ട്, ഞാൻ ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ, അല്ലേ, പാവങ്ങൾ വെച്ച് പൊറുക്കാത്തവൻ, 3-4 തലമുറ വരെ ശിക്ഷിക്കുന്നവൻ, ഇത് പറഞ്ഞുകൊണ്ട് ഘോഷണം നടത്തുന്നു. ഇങ്ങനെ യേശു ക്രിസ്തുവിനും ഇതുപോലെ തൻ്റെ വ്യക്തിത്വത്തെ ഘോഷണം നടത്തുന്നുണ്ട് ബൈബിൾ മുഴുവൻ. അതൊരു 10-30 പരം ഘോഷണങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഇത്രയും മനസ്സിലായെന്നൊക്കെ ക്ലിയറായോ? ഇവിടം വരെ ക്ലിയറായോ? ശരി, ഇനി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നെറ്റിയിൽ നാമമുണ്ടായിരിക്കുന്നവർ അവർ യേശു ക്രിസ്തുവിനെ കാണാൻ ഇടയാകും. അപ്പോൾ ദൈവത്തിൻ്റെ നാമം നിങ്ങൾ ഒരിക്കൽ പ്രാപിച്ചു കഴിഞ്ഞാൽ, ആ നാമം നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾ അതിൻ്റെ അനുഭവിച്ചു കഴിഞ്ഞാൽ, സ്വർഗം വിട്ട് നിങ്ങളെ വേറെ എങ്ങും പോകാൻ അനുവദിക്കത്തില്ല. നിങ്ങൾക്കൊരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ദൈവരാജ്യത്തിലാണ്. അതിൻ്റെ നാമത്തിൻ്റെ ഒരു നിഴലെങ്കിലും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാൽ, മരണം ഉണ്ടായാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകില്ല. കാരണം ദൈവനാമം മനസ്സിലാക്കുന്നവൻ പാപം ചെയ്യത്തില്ല. അവൻ വിശുദ്ധനായിരിക്കും, അവൻ പ്രാർത്ഥനയിൽ ജീവിക്കും, അവൻ കറക്റ്റായിട്ട് അവൻ ദൈവരാജ്യത്തിൽ തന്നെ പ്രവേശിക്കും. കാരണം അവന് ദൈവത്തിൽ നിന്ന് വിട്ടുപോകാൻ പറ്റത്തില്ല, അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താകത്തുമില്ല. അതുകൊണ്ട് ഉദാഹരണമായിട്ട് വെളിപാട് പുസ്തകം 3-12 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പം ഏകദേശം അതിൻ്റെ ഒരു സൂചന നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ് വായിക്കേണ്ടത്? വെളിപാട് പുസ്തകം 3-12 വാക്യം നമ്മളൊന്ന് വായിക്കുക. വിജയം വരിക്കുന്നവരെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഒരു സ്തംഭമാക്കും. അവനെ ഒരു തൂണാക്കി മാറ്റും, അവനെ ഒരു സ്തംഭമാക്കി അവിടെ നിന്ന് മാറ്റാൻ ഞാൻ അനുവദിക്കത്തില്ല. അടുത്ത വായിച്ചോ. അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല, അവൻ പുറത്തു പോകാൻ അനുവദിക്കത്തില്ല. അവന്റെ മേൽ എന്റെ ദൈവത്തിന്റെ നാമവും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ടിറങ്ങി വന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ എഴുതും. അപ്പൊ എത്ര? ഇപ്പൊ നേരത്തെ ആദ്യം എത്ര നാമമായിരുന്നു? 2. ഇപ്പൊ എത്രയായി? 3. ഇപ്പൊ 3 2 കണ്ടുപിടിക്കാൻ മനുഷ്യൻ കിടന്ന് പാടുവിടുക. ഇനി മൂന്നാമത്തെ കൂടെ കയറി വന്നു. എന്താണ് ഇപ്പോഴത്തെ? 1 ദൈവത്തിൻ്റെ നാമം, 2 പുതിയ നഗരത്തിൻ്റെ നാമം, പിന്നെ എന്താണ്? എൻ്റെ പുതിയ നാമം. പിന്നെ യേശുവിൻ്റെ പുതിയ നാമം. ഇതിൽ ഇവിടേക്ക് വന്ന പോലെയാണ്. എവിടെയാണ്? നമ്മുടെ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട പോലെയാണ്. ഫാത്തിമ മാതാവ് ഒക്ടോബർ 14 അല്ലേ, 13 മാതാവ് പറഞ്ഞു, ഞാൻ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ഞാൻ ആദ്യം വരും, അത് കഴിയുമ്പം ഔസേപ്പ് വരും, അത് കഴിയുമ്പോൾ ഞാനും ഔസേപ്പും കൊച്ചിനെ എടുത്തുകൊണ്ട് വരും, അത് കഴിയുമ്പോൾ കർമ്മല മാതാവ് വരും, അത് കഴിയുമ്പോൾ ജപമാല രാജ്ഞി വരും. ഇങ്ങനെ അങ്ങ് തള്ളലായിരുന്നു. അതായത് കുടുംബ ദൈവമാക്കി യേശുവിനെ അങ്ങ് മാറ്റി. ഞാനങ്ങ് ഹീറോയാണ്. മനസ്സിലായോ? നിങ്ങൾ അതിൻ്റെ ഹിസ്റ്ററി നിങ്ങളിങ്ങനെ ഹിസ്റ്ററി പഠിക്കാതെ ഈ അടിമകളെ പോലെ ജീവിക്കുന്നത് കാരണമാണ് ഈ ഉടായ്പ മനസ്സിലാവാത്തത്. പുള്ളിക്കാരിയാണ് ഹീറോ. ഈ വരുന്ന, ഞാൻ മാതാവിനെ അല്ല പറയുന്നത്, ഈ വന്ന ആളാരാണോ അതാണ് ഹീറോയിൻ. ജോസഫ് വരും, അങ്ങനെ ജോസഫ് വരുന്നു. നമ്മളെയൊക്കെ രക്ഷിച്ച യേശു ക്രിസ്തു കുഞ്ഞ്. മനസ്സിലായോ? അപ്പം തന്നെ ബൈബിൾ വചനത്തിലൂടെ ആ ദർശനത്തെ ഇങ്ങനെ നോക്കുമ്പോൾ ദുരുപദേശം മനസ്സിലാവും. ബൈബിൾ പഠിക്കാത്ത 3 കുട്ടികളുടെ ജൽപ്പനങ്ങളാണ് അതെന്ന് മനസ്സിലാവും. ആയിരക്കണക്കിന്, ഞാനിതിപ്പോൾ വിമർശനമായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ലക്ഷക്കണക്കിന് ജനങ്ങൾ ബ്രദറെ കണ്ടുകൊണ്ടിരുന്നപ്പോഴല്ലേ മാതാവ് വന്നത്. ആരും മാതാവിനൊന്നും അവിടെ കണ്ടില്ല. ഞങ്ങൾ അവിടെ ഉള്ളവരെയും കൂടെ വിളിച്ച് ചോദിച്ച് അതിൻ്റെ ഇതെടുത്തിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്. സൂര്യൻ
താഴോട്ട് പോകുന്നു, മേപ്പോട്ടാകും, താഴോട്ടാകും, മേപ്പോട്ടാകും. ഇതാണ് അവിടെ നിന്നവർ കണ്ടത്. ആണോ? റൈറ്റ് അല്ലേ? ഞാൻ അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പലരെയും വിളിച്ചിട്ട് അവിടെ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അതാണ് കണ്ടത്. ഫോട്ടോഗ്രാഫറും അതാ കണ്ടത്, പത്രക്കാരും അതാ കണ്ടത്. ഈ 3 കുട്ടികൾ മാത്രമാണ് പറഞ്ഞത് കർമ്മല മാതാവ് വന്നു, ഔസേപ്പ് കൊച്ചിനെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ കൂടാതെ ജവമാലര് മാതാവിന് എത്ര വന്നിട്ടും മതിയാവുന്നില്ല. പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ജനങ്ങൾ മൊത്തവും കണ്ടത് എന്താണ്? പിന്നെ ചില ഈ കാത്തലിക്സിൻ്റെ ഈ അരൂപിയുള്ളവർ കുറച്ച് പേര് മേല് പെരുത്തു, അവർ തറയിൽ വീണു, അവർ അതിനേക്കാൾ കൂടുതൽ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കോളജി പരമായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ എന്തായാലും ഞാൻ മരിയ വിരോധി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥ മാതാവിൻ്റെ വിരോധിയല്ല ഞാൻ. യഥാർത്ഥ മാതാവിൻ്റെ ഭക്തനാണ്. യഥാർത്ഥ മാതാവിനെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. ഉഡായിപ്പ് മാതാവിൻ്റെ വിരോധിയാണ്. ഞാൻ മറ്റൊരു സൈക്കോളജി പറഞ്ഞുതരാം. ഉൽപ്പത്തി പുസ്തകം 3:15 നിങ്ങൾ എടുക്കണ്ട, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കേട്ടോ. എന്തായാലും നിങ്ങൾ എന്നെ കാണുമ്പോൾ ഇപ്പോൾ കലിയായിട്ടല്ലേ കാണുന്നത്, അപ്പോൾ ഇതും കൂടെ കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 3:15 എടുക്കുമ്പം അതിൻ്റെ അകത്ത് സ്ത്രീയുടെ സന്തതി നിൻ്റെ തല തകർക്കും അല്ലേ? അതിലെ തല തകർക്കുന്ന ആരാണ്? തല തകർക്കുന്നത് ആരാണ്? സന്തതിയല്ലേ? സ്ത്രീയാണോ സന്തതിയാണോ? സന്തതി തല തകർക്കുന്ന. എല്ലാ ബൈബിളിലും അത് തന്നെ. സിറിയൻ, ഓർത്തഡോക്സ്, ഓപ്റ്റിക്കൽ, ഇതിൻ്റെ എല്ലാം വിവർത്തനം അങ്ങനെ തന്നെ. ശരി, അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മുടെ ഇത് ലാറ്റിനിലേക്ക് ഈ ബൈബിൾ വിവർത്തനം ചെയ്തപ്പോൾ അച്ഛൻ്റെ പേരങ്ങ് പറഞ്ഞു, ജെറോം പിതാവ് ലാറ്റിനിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ ജെറോം പിതാവിന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. സ്ത്രീയുടെ സന്തതി എന്നുള്ളത് സ്ത്രീ തല തകർക്കും, സന്തതി അങ്ങ് വിട്ടുപോയി. ലാറ്റിൻ ബൈബിളിൽ ആരാണ് പിശാചിൻ്റെ തല തകർക്കുന്നത്? സ്ത്രീയാണ്. ബാക്കിയുള്ള ബൈബിളിലെല്ലാം സന്തതിയാണ്. അപ്പോൾ ലത്തീൻകാരുടെ ഇടയിലൊക്കെ പിശാചിൻ്റെ തല തകർക്കുന്ന ആരാണ്? സ്ത്രീയാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഉടനെ ഈ മാതാവ് ഒരു പ്രത്യക്ഷപ്പെടില്ല. പാമ്പിൻ്റെ തലയിൽ ചവിട്ടിക്കൊണ്ട് ഒരു അച്ഛന് മിസ്റ്റേക്ക് വന്നതാണ്, അതെങ്കിലും ഒന്ന് ഓർക്കണ്ടേ. ഒരച്ഛനെ എഴുത്തിൽ മിസ്റ്റേക്ക് വന്നപ്പോൾ പുള്ളിക്കാരി അത് ഓർക്കാതെ പുള്ളിക്കാരി ഉടനെ അങ്ങ് ഇറങ്ങി. ഈ ഇറങ്ങുന്ന ഈ പുള്ളിക്കാരി ഒന്നും യഥാർത്ഥ മാതാവല്ല. നിങ്ങൾ കത്തോലിക്കർ നമ്മൾ വഴിതെറ്റരുത്. ഇത് യഥാർത്ഥ, ഇത് വെളിച്ചദൂതനാണ്, സ്പിരിറ്റാണിത്, റിയൽ ഹോളി മേരിയേ അല്ല. ഇത് നിങ്ങൾ ഇതിൻ്റെ പുറവേ റിസർച്ചുമായിട്ട് നടന്നോ നിങ്ങൾക്ക് പലതും മനസ്സിലാവും. ഹല്ലേലൂയ. ഇത് മാതാവല്ല. ഇതാ നിങ്ങൾ മനസ്സിലായി. അതിൻ്റെ പുറവേ യൂറോപ്യൻകാരെല്ലാം ഇതിൻ്റെ പുറകെ തിരിഞ്ഞു, യേശുവിനെ തിരിഞ്ഞു. ഇന്ന് നിങ്ങൾ യൂറോപ്പിൽ പോയി അന്വേഷിച്ച് നോക്ക്. ഈ മാതാവിൻ്റെ പുറകെ പോയ യൂറോപ്പിൽ ഒറ്റ യുവജനങ്ങൾ ഇന്ന് പള്ളിക്കകത്തില്ല. ഈ മാതാവിന് എന്താ, ഈ പ്രത്യക്ഷപ്പെട്ട മാതാവ് എന്തുകൊണ്ട് ഈ യുവാക്കന്മാരെ നേടുന്നില്ല? അവിടെ എല്ലാം വിശ്വാസം പോയി. ഇവിടുന്ന് മലയാളികൾ അവിടെ ചെന്നിട്ട് ഇവിടുന്ന് ഉള്ള വിഗ്രഹങ്ങളെല്ലാം കൂടെ എടുത്ത് ഫ്ലൈറ്റിൽ വെച്ച് അവിടെ കൊണ്ടുപോയിട്ട് തിന്തക്കോ തത്തക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ അടപ്പുണ്ട്. സായിപ്പന്മാർക്കെല്ലാം ഫോട്ടോ എടുപ്പും സെൽഫി എടുപ്പും ഒക്കെ ആയിട്ട് സായിപ്പന്മാരിങ്ങനെ നിൽപ്പുണ്ട്. കാരണം അവരിതൊന്നും കണ്ടിട്ടില്ല. അവർ നോക്കി കാണാൻ പണ്ടത്തെ പേഗൻ മതത്തിലെ എല്ലാ സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇതാണ് ഞാൻ പറഞ്ഞ ട്രൂത്താണ്, സത്യമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങളത് റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ പറയുന്നത്. യേശു ക്രിസ്തു ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പേര് നെറ്റിയിൽ, പിന്നെ ആരുടെ പേരാ വായിച്ചേ? പിന്നെ ആരുടെയാണ്? പുത്രൻ്റെ പേര്. പുതിയ ജെറുസലേമിൻ്റെ പേര്. പിന്നെന്താണ്? എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും. ഇനി പോരാഞ്ഞിട്ട് ഇനി പുതിയ നാമവും. ഹല്ലേലൂയ. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ? യേശുവേ ആരാധന. 1,00,000 പേര്, ഞാൻ അത് പറയാൻ വിട്ടുപോയി. ഈ സൂര്യൻ ഇങ്ങനെ താഴുകയും പൊങ്ങുകയും. ഞങ്ങളൊക്കെ ഈ വിജനമായ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നവരാണ് ഞങ്ങളെല്ലാം. സൂര്യൻ ഒരിക്കലും ഇങ്ങനെ കടന്ന് ചാഞ്ചാടിയ ലോകം മുഴുവനും അത് ചരിത്രത്തെ വാർത്തയാകും. ഈ പൊടിപടലങ്ങളും കാർമേഘവും പൊടിപടലങ്ങളും ഇടയ്ക്കിടയ്ക്ക് വരുന്ന സൂര്യപ്രകാശവും നിമിത്തം ലോങ് സൈറ്റിൽ നിൽക്കുമ്പം സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക്, അത് മലയാറ്റൂരിൽ ഇരുന്നപ്പോഴും കണ്ടിട്ടുണ്ട്, ഇടുക്കിയിലെ പല ഭാഗങ്ങളിൽ ഇരുന്നപ്പോഴും, ഞങ്ങളൊക്കെ പേഴ്സണൽ പ്രയറിൽ ഇരുന്നപ്പോൾ പെട്ടെന്ന് സൂര്യൻ മേളിൽ നിൽക്കുന്നതാണ്,
പിന്നെ സൂര്യൻ താഴെ നിൽക്കുന്നതാണ്. അത് ഈ കാർമേഘവുമായിട്ട് ബന്ധപ്പെട്ടും പൊടിപടലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് അങ്ങനെ ഞാൻ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്കിത് അറിയാവുന്നത് കൊണ്ടും പിന്നെ നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, റെഗുലറായിട്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവർക്കറിയാം, കേരളത്തിൽ നിന്ന് നമ്മളെ ഫ്ലൈറ്റ് 6 മണിക്ക് എടുക്കുമ്പോൾ മേളിലോട്ട് ചെല്ലുമ്പോൾ കാണാം മേളിൽ നല്ല വെയിലായിരിക്കും. അല്ലേ? കുറേ അരമണിക്കൂറോളം മേളിലത്തെ വെയിലും കൊണ്ട് ആണ് നമ്മളിങ്ങോട്ട്, കാരണം ഇവിടുത്തെ ടൈം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സൂര്യാസ്തമയം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നമുക്ക് സഞ്ചാരങ്ങൾ ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് മനസ്സിലാവും. ഞങ്ങൾ സ്ഥിരം കാണുന്നതാണ് ഈ സൂര്യൻ താഴെയും പോകുന്നത്. പക്ഷേ അതൊന്നും മൊബൈലിലെടുത്ത് ഒരു വീഡിയോ ആക്കി ദാ എൻ്റെ മുമ്പിൽ സൂര്യനെ ഉടയാടയായി ഉടുത്ത മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇടാത്തതിൻ്റെ കാരണം ഇതറിയാം, പൊടിപടലങ്ങളും ഈ കാർമേഘവും അല്പം മഴയുടെ കോളൊക്കെ ഉള്ളപ്പോൾ ഇതിങ്ങനെ സംഭവിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളൊക്കെ മലമുകളിൽ പ്രാർത്ഥിക്കാതിരിക്കുന്നവരാണ്, സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്യാറില്ല. യേശുവേ ആരാധന. ഇതാണ് അവിടെയും നടന്നത്, ഈ സംഭവമാണ് അവിടെയും നടന്നത്. ഇനി നമ്മൾ ശ്രദ്ധിച്ചോളുക, നമുക്കിവിടെ വായിക്കാം എസെക്കിയേലിൻ്റെ പുസ്തകം 48:35 വാക്യം. എസെക്കിയേലിൻ്റെ പുസ്തകം 48 അധ്യായം 35 വാക്യം നിങ്ങളത് വായിക്കുക. നഗരത്തിന്റെ ചുറ്റളവ് 10,000 എണ്ണം മുഴമായിരിക്കണം. ഇനിമേൽ നഗരത്തിന്റെ പേര് യഹോശുവ എന്നായിരിക്കും. അല്ല, ദൈവം അവിടെ എന്നുള്ള യഹോശുവ അവിടെ നിന്നായിരിക്കും അല്ലേ? ഇനിമേൽ നഗരത്തിൻ്റെ പേര് യഹോശുവ ക്ഷമ എന്നായിരിക്കും എന്നാണ്. എന്നുവെച്ചാൽ യഹോവ അവിടെ എന്നുള്ള അർത്ഥമാണ്. യഹോവ ക്ഷമ എന്നാണ്. അടുത്തത് വായിച്ചോ. ഇത് നഗരത്തിൻ്റെ, ഇത് ജെറുസലേം പുതിയ നമ്മുടെ ഇപ്പോഴത്തെ ജെറുസലേമിനെ കുറിച്ചല്ല പറയുന്നത്. ഇതൊരു ദർശനമാണെന്നുള്ളതിൻ്റെ എവിഡൻസ് 47 വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് മുന്നോട്ടുള്ളത് വായിച്ചാലും മനസ്സിലാവും. ഇത് എസെക്കിയേലിനെ ദൈവം ഭാവിയിൽ സംഭവിക്കുന്ന കാര്യത്തിൻ്റെ ദർശനത്തിൽ എന്താണ് ഈ നഗരത്തിൻ്റെ പേരെന്താണ്? യഹോവ ക്ഷമ. യഹോവ ക്ഷമ. യഹോവ അവിടെ എന്താ വന്നിരിക്കുന്നത്? യഹോവ എന്നുള്ളതാണ്. യഹോവ അവിടെ എന്നാണ് വന്നിരിക്കുന്നത്. ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്തല്ലോ, മനസ്സിലായോ? യഹോവ അവിടെ. അപ്പം നഗരത്തിൻ്റെ പേര് തപ്പി ഇനിയൊന്നും പോണ്ട. നഗരത്തിൻ്റെ പേര് ഇതാ. പുതിയ ജെറുസലേം നഗരത്തിൻ്റെ പേരെന്താണ്? യഹോവ അവിടെ എന്നുള്ളതാണ്. സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, യേശുവേ ആരാധന. യഹോവ എവിടെയുണ്ട്? യഹോവ എവിടെ ഉള്ളത്? പുതിയ ജെറുസലേം, പുതിയ സീനായിൽ അല്ലെ, പുതിയ സിയോണിൽ ആരുണ്ട്? യഹോവ അവിടെയുണ്ട്. ആ പുതിയ സിയോൺ എവിടെയാണ്? എവിടെയാണ്? ചന്ദ്രപ്പൻ്റെ അതിരും കുഞ്ഞമ്മണിയുടെ കിഴക്കേപ്പുറവും കുളിമുറിയുടെ ഇപ്പുറത്തും അതിര് നിർത്തുന്നു. ഇതാണോ? കേട്ടോ, അത് സത്യവചനം സത്യമായി പഠിക്കുക. പോഷർ മനസ്സിലാക്കുന്നത് പോലെ നിങ്ങൾ മനസ്സിലാക്കി ജനുവിനായിട്ടേ വചനം മനസ്സിലാക്കാവൂ. ഊഹാപോകത്തിൽ വചനം മനസ്സിലാക്കരുത്. യേശുവേ ആരാധന. ഇനി നമുക്ക് ശ്രദ്ധിക്കാം. ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ചതിന് ശേഷം ശരി. നിങ്ങൾക്ക് ജെറുസലേം നഗരത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ആ നഗരത്തിൻ്റെ പേര് യഹോവ അവിടെ ഉള്ള പേര് വീഴത്തുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളുക, നിങ്ങൾക്ക് നെറ്റിയിൽ പേര് വീഴണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ നെറ്റിയിൽ നോക്കുമ്പോൾ പേര് വീഴണം. അപ്പോൾ ഈ പൊട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ ഇനി പറ്റുമോ? കല്യാണ പൊട്ടിടാൻ പറ്റുമോ മേളിൽ? അവിടെ എന്തുണ്ട്? അവിടെ എന്തുണ്ട്? പേര്, ഒരു നെറ്റിയിൽ പേരുണ്ട്. നെറ്റിയിൽ പേര് വീണ് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് പോകാൻ പറ്റുമോ? നിങ്ങളുടെ സ്വർഗത്തിൽ എന്തായി മാറും? സ്തംഭമായി മാറും. അവിടെ നിന്ന് വേണം എന്ന് വെച്ചാൽ സ്വർഗത്തിലെ സ്തംഭം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ, അല്ലാതെ ഒരു തൂണാക്കി മാറ്റുന്നല്ല, ഏറ്റവും സ്വർഗത്തിൻ്റെ സ്ഥാനാധിപതികളാണ് അവർ. അത്രയും സ്ട്രോങ് ഇതാണ് അവർക്ക്, പദവികളാണ് കൊടുക്കുന്നത്. സ്വർഗത്തിൻ്റെ ഒരു സ്ഥാനം അവർക്ക് കൊടുക്കും, ഒരു സ്ഥാനത്തിൻ്റെ ഒരു ആധിപത്യമൊക്കെ അവർക്ക് നൽകും. മറ്റുള്ളവരെ പഠിപ്പിക്കാനും പാടാൻ ലീഡിങ് സ്ഥാനങ്ങൾ ഇതെല്ലാം അവർക്ക് കൊടുക്കും സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ. ഇതുപോലെയൊക്കെയുള്ള ഹാളുകൾ സ്വർഗത്തിൽ ഈശോ പണിതിട്ടുണ്ട്. അവിടെ ചെന്നുടനെ ഇവിടെ ചെയ്യുന്ന ജോലിയാണ് അവിടെ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ യേശുവിൻ്റെ വചനം പ്രസംഗിക്കുവാണെങ്കിൽ എൻ്റെ മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ജോലി എന്തായിരിക്കും? അവിടെ ചെന്ന് കഴിഞ്ഞാൽ വചനം പ്രസംഗിക്കുവാണ്. ഹല്ലേലൂയ. പാട്ട് പാടുന്നവരുടെ ജോലി എന്താണ്? പറഞ്ഞേ. അവർ അബ്രാമിൻ്റെ വീട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യണം? പാട്ട് പറയണം. പിന്നെ എന്താണ്? രോഗശാന്തി ശുശ്രൂഷകരെ എന്ത് ചെയ്യും അവിടെ? സ്വർഗത്തിൽ. ഇനി ബന്ധനം അഴിക്കുന്നവരെന്ത് ചെയ്യും? ബന്ധനമോചന ശുശ്രൂഷ ചെയ്യുന്നവരെ അവിടെ എന്തെങ്കിലും ജോലിയുണ്ടോ? അവിടെ ബന്ധനമോചനവും ശാപം മുറിക്കലും അതൊന്നും അവിടെ ഇല്ല.
അവിടെ മര്യാദയ്ക്ക് കർത്താവിനെക്കുറിച്ച് വല്ലതും പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് പ്രസംഗിക്കാം. കർത്താവ് നെറ്റിയിൽ അടിക്കാൻ വരുമ്പോൾ ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു ഉറക്കം തൂങ്ങി അടിക്കുമോ? അടിക്കത്തില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ എടുക്കാവുന്ന ഇരിക്കത്തില്ല. എന്താണെന്ന് പറഞ്ഞാൽ കേൾക്കാൻ കുറേ എണ്ണം വേണം. മനസ്സിലായ? കേൾക്കാൻ അവിടെ ആൾ വേണം. ഹല്ലേലൂയ. നെറ്റിയിൽ പേര് വേണോ വേണ്ടായോ? നെറ്റിയിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ നെറ്റിയിൽ നോക്ക്, പേരുണ്ട്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ നെറ്റിയിൽ പേര് വന്നാൽ എന്തു ചെയ്യും? ശുശ്രൂഷയുണ്ട്. പേര് നോക്ക്, ഉണ്ട്. ഹല്ലേലൂയ. പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്? നെറ്റിയിൽ പേരുണ്ടെങ്കിൽ എന്തുണ്ട്? ശുശ്രൂഷയുണ്ട്. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കാം. നെറ്റിയിൽ പേര് കിട്ടാൻ വേണ്ടി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന ദൈവമേ. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. ഹല്ലേലൂയ. ഞാൻ അതിനൊരു വഴി പറഞ്ഞുതരാം. ദൈവത്തിൻ്റെ മകനായും ദൈവത്തിൻ്റെ മകളായും നിങ്ങൾ തന്നെ നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചാൽ പേര് തനിയെ വീണോളും. നിങ്ങൾ പറയും, ഞാനൊരു ദൈവത്തിൻ്റെ മകനാണ്, എനിക്ക് എല്ലാവരും ജീവിക്കുന്ന കണക്ക് ജീവിക്കാൻ പറ്റത്തില്ല, മതി, പേര് വീഴും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ പറയും, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, എനിക്കൊരു ക്വാളിറ്റി ഉണ്ട്, സ്പിരിച്വൽ ക്വാളിറ്റി എനിക്കുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ നെറ്റിയിൽ പേരുണ്ട്. പേര് വീഴും, ഇപ്പം ഇല്ലെങ്കിൽ വീഴും. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ജനിച്ചപ്പോൾ നമ്മുടെ നെറ്റിയിൽ തൈലം കൊണ്ട് ഇങ്ങനെയൊക്കെ ഇട്ട്, എന്നിട്ട് നമ്മൾ ഉള്ള മന്ത്രവാദവും അഭിചാരത്തിനൊക്കെ പോയിട്ട് ഇപ്പോഴും ആ പേരുണ്ട്, സ്ഥൈര്യ ലേപനത്തിലൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരും എൻ്റെ അടുത്ത് വരരുത്. നടക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് നിങ്ങൾ സ്വീകരിച്ചാൽ നടക്കാം. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 3-ാമത്തെ വാക്യം. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 3-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ ദാസരുടെ നെറ്റിത്തടത്തിൽ മുദ്ര കുത്തിത്തീരുവോളം നിങ്ങൾ കരയോ കടലോ വൃക്ഷങ്ങളോ നശിപ്പിക്കും.